കെട്ടിച്ചമച്ച ചാരക്കേസ്, വിവരങ്ങൾ ഓരോന്നായി പുറത്തേക്ക്. കള്ളക്കേസെന്ന് CBI. സത്യം ചാരമാകില്ല. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്ന് CBIയുടെ കുറ്റപത്രം. CA ആയിരുന്ന S. വിജയന്റെ സൃഷ്ടിയാണ് ചാരക്കേസ്. വിജയൻ ഹോട്ടലിൽ വെച്ച് കടന്നുപിടിച്ചത് മറിയം റഷീദ തടഞ്ഞതാണ് വിരോധത്തിന് കാരണം. മറിയം റഷീദയെ അറസ്റ്റ് ചെയ്ത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതി വീണ്ടും കസ്റ്റഡിയിൽ നൽകാതിരുന്നതിനെ തുടർന്ന് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തു. നമ്പി നാരായണന് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റെന്ന് ഡോക്ടർ മൊഴി നൽകി. കുറ്റക്കാർക്ക് ശിക്ഷ കിട്ടിയാലും ഇല്ലെങ്കിലും തനിക്ക് പ്രശ്നമില്ലെന്നും തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനാണ് താൻ പോരാടിയതെന്നും നമ്പി നാരായണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതെ, അതാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് അതിൽ ജയിക്കുകയും ചെയ്തു, വിൻ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നത് ഞാൻ തെറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ വേറെ ആരോ തെറ്റ് ചെയ്തിട്ടില്ല. അത് ആരാണെന്നുള്ളത് നിരൂപിക്കാൻ വേണ്ടി അടുത്ത 20 years, അങ്ങനെ 24 വർഷം എടുത്തു. അതിനാണ് ഈ ജഡ്ജ്മെൻറ്റ് വന്നത് 2018. ആ ജഡ്ജ്മെൻറ്റിൻ്റെ ബേസിസിലാണ് ഇപ്പം ചാർജ് ഷീറ്റ് വന്നിരിക്കുന്നത്. ആ ഗോൾ തീർന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഐ നെവർ ബാദേഡ്. പലരും ചോദിക്കും എന്നോട്, സാറേ എന്തുവായി? റോഷിപാലും ഒപ്പം റിപ്പോർട്ടർ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് R. ശ്രീജിത്തും തത്സമയം നമുക്കൊപ്പം എത്തുകയാണ്. റോഷിപാൽ, കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ അറിയാൻ 29-ാം തീയതി മുതലുള്ള നമ്മുടെ കാത്തിരിപ്പ് ഇന്ന് ഭാഗികമായി അവസാനിക്കുമ്പോൾ കുറ്റപത്രത്തിന്റെ പൂർണ്ണ വിവരങ്ങളല്ല പുറത്തുവരുന്നത് എന്നതുകൂടി മുൻനിർത്തി നോക്കുമ്പോൾ ഇന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ, ഈ കുറ്റപത്രത്തിൽ ഈ ഉദ്യോഗസ്ഥർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ, ഗൂഢാലോചന നടത്തി മനഃപൂർവ്വം ഒരാളെ കുടുക്കാൻ ശ്രമിച്ചതിന്റെ എന്തൊക്കെ കണ്ടെത്തലുകൾ CBIയുടെ കുറ്റപത്രത്തിൽ ഉൾപ്പെടുന്നുണ്ട്? റോഷിപാൽ. സുജയ, CBI ദില്ലി യൂണിറ്റ് അന്വേഷിച്ച ISRO ചാരക്കേസിലെ ഗൂഢാലോചന കേസ്, അതിൻ്റെ കുറ്റപത്രത്തിലെ ഭാഗികമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഇതിൽ 5 പേരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ ഒന്ന് മുൻ DGP CB മാത്യൂസ് ആണ്. രണ്ടാമത്തേത് ഗുജറാത്ത് മുൻ DGPയും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനുമായിരുന്ന RB ശ്രീകുമാർ. ഒപ്പം അന്നത്തെ SP ആയിരുന്ന KK ജോഷ്വ, S. വിജയൻ അന്ന് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അത്തരത്തിൽ വിജയകുമാർ ഉൾപ്പെടെയുള്ള 5 പേരെ മാത്രം. നേരത്തെ FIR തയ്യാറാക്കുമ്പോൾ 18 പേർ ഈ കേസിൽ പ്രതിയായിരുന്നു. പിന്നീട് ഏതായാലും ഇപ്പോഴുള്ള കുറ്റപത്രത്തിൽ 5 പേർ മാത്രം. ഏതായാലും ഇതിൽ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ അത് സ്ത്രീത്വത്തെ അപമാനിക്കൽ, വ്യാജരേഖ സൃഷ്ടിക്കൽ, സർക്കാർ ഉദ്യോഗസ്ഥൻ വ്യാജരേഖ തയ്യാറാക്കൽ തുടങ്ങിയ വളരെ ദുർബലമായ അല്ലെങ്കിൽ ഗൗരവം കുറഞ്ഞ വകുപ്പുകൾ മാത്രമാണ്. പക്ഷേ FIR-ൽ ഇവർ ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ അത് പൊളിക്കാനുള്ള ഗൂഢനീക്കം നടത്തി ഈ പ്രതികൾ എന്ന രീതിയിലായിരുന്നു FIR ഉണ്ടായിരുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം നടന്നോ, അത്തരത്തിലുള്ള കണ്ടെത്തലുകൾ ഈ കുറ്റപത്രത്തിൽ ഉണ്ടോ എന്നറിയാൻ ഇനിയും കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഏതായാലും ഒരുപക്ഷെ രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുലച്ച ISRO ചാരക്കേസ് എവിടെ തുടങ്ങിയെന്ന് CBI അന്വേഷണത്തിൽ കണ്ടെത്തി. അത് S. വിജയൻ എന്ന സ്മാർട്ട് വിജയൻ തിരുവനന്തപുരത്ത് ഒരു പരിശോധനയിൽ മാലി സ്വദേശിനികളായ 2 പേരെ പിടികൂടുന്നു. മറിയം റഷീദ് ഉൾപ്പെടെ. അവരിൽ മറിയം റഷീദയെ കടന്നുപിടിക്കാൻ ശ്രമിക്കുന്നു. അവർ പ്രതിരോധിക്കുന്നു. അവിടെ ഉണ്ടായ പ്രകോപനമാണ് അവരെ പിന്നീട് അന്യായമായി കസ്റ്റഡിയിലെടുക്കാൻ കാരണമെന്നും അന്യായമായി കസ്റ്റഡിയിൽ വെച്ച് തുടർച്ചയായി പീഡിപ്പിച്ചതിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് കോടതിയിൽ ഹാജരാക്കുന്നു. ഇവിടെയാണ് ചാരക്കേസ് ഉണ്ടാകുന്നത്. അതിനുശേഷം ISROയിലെ 3 ശാസ്ത്രജ്ഞരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് കുറ്റപത്രത്തിൽ പറയുന്നില്ല. ഏതായാലും 3 പേരെ തെളിവുകളില്ലാതെ അവരെ കസ്റ്റഡിയിലെടുക്കുന്നു, അവരെ പ്രതി ചേർക്കുന്നു. HLLന്റെ തിരുവനന്തപുരത്തെ ഗസ്റ്റ് ഹൗസിൽ IB ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ എത്തിയിരുന്നു എന്ന് പറയുന്നു. ഇതിൽ അതും ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ മൊഴിയാണ്. മുൻ കേന്ദ്ര IB ഉദ്യോഗസ്ഥന്മാർ തന്നെ അത്തരം മൊഴി നൽകിയിട്ടുണ്ട്. ഈ നമ്പി നാരായണനെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പോലും തെളിവില്ലാതെയാണെന്ന് കൃത്യമായ മൊഴികൾ. ഒപ്പം ഈ നമ്പി നാരായണൻ എന്ന ശാസ്ത്രജ്ഞനെ ക്രൂരമായി മർദ്ദിച്ചു, മൃതപ്രായനാക്കി, ഇനി മർദ്ദിക്കരുതെന്ന് താൻ പറഞ്ഞിരുന്നതായി ഡോക്ടറും CBI ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കഥകളും അപസർപ്പ കഥകൾ പോലെ അത് മാധ്യമപ്രവർത്തകർക്ക് വിശദീകരിച്ച് നൽകിയത് ഒരു കാര്യം കൂടി അറിയണം. അതായത് മറിയം റഷീദയ്ക്കെതിരെ വഞ്ചിയൂർ സ്റ്റേഷനിൽ കേസെടുപ്പിച്ച അന്ന് മുതൽ തുടങ്ങുകയാണ് ഈ കേസിന്റെ ദുരൂഹതകൾ. അതായത് തെളിവുകളില്ലാതെ കേസെടുപ്പിക്കുന്നു, മറിയം റഷീദയെ അന്യായമായി തടങ്കലിൽ വെക്കുന്നു, IBയെ ചോദ്യം ചെയ്യാൻ അനുവദിക്കുന്നു, ഒപ്പം കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ കൃത്യമായി തന്നെ അക്കമിട്ട് പറഞ്ഞിരിക്കുകയല്ലേ ഈ കുറ്റപത്രത്തിൽ CBI?
സുജയ, ഒന്ന് ചെറിയൊരു ഗൂഢാലോചനയായി ഇതിനെ കാണാൻ പറ്റില്ല. കാരണം ഇത് രാജ്യദ്രോഹ കുറ്റമാണ് ഇതിൽ ചുമത്തിയത്. ആ രാജ്യദ്രോഹ കുറ്റം ചുമത്തുമ്പോൾ സ്വാഭാവികമായും ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ ബുദ്ധിയിൽ ഉദിച്ചതാണ് ഈ കാര്യങ്ങളെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഒരു ഘട്ടത്തിൽ അന്നത്തെ DGPയെ ഉൾപ്പെടെ ഇതിൽ കൊടുക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് രമൺ ശ്രീവാസ്തവയെ ഉൾപ്പെടെ ഉള്ള ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ ഈ മറിയം റഷീദയെ കൊണ്ട് അവർക്കെതിരെയുള്ള മൊഴി കൊടുപ്പിക്കാൻ പ്രേരിപ്പിച്ചത് S. വിജയൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരാണെന്ന് ഈ അന്വേഷണത്തിൽ കണ്ടെത്തുന്നുണ്ട്. ഏതായാലും ഇത് വ്യാജമായി സൃഷ്ടിച്ചതാണെന്ന് CBI കണ്ടെത്തിക്കഴിഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ വ്യാജമായി ഇത്തരമൊരു കേസ് തയ്യാറാക്കാൻ മറിയം റഷീദെ പ്രതിരോധിച്ചപ്പോൾ, മറിയം റഷീദെ ആക്രമിക്കുമ്പോൾ അവർ പ്രതിരോധിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രകോപനം മാത്രമാണോ കാരണം എന്നത് വളരെ വിശദമായ അന്വേഷണത്തിലൂടെ ബോധ്യപ്പെടും. ഏതായാലും FIR-ൽ CBI പറഞ്ഞതുപോലെ ഇതിന് പിന്നിൽ രാജ്യാന്തര ശക്തികളുടെ അവരുടെ ഇടപെടലുണ്ടോ എന്നുള്ളതാണ്. അത്തരം ഇടപെടലുണ്ടെന്ന സൂചന FIR-ൽ ഉണ്ടായിരുന്നു. അത് കുറ്റപത്രത്തിൽ അത്തരം കണ്ടെത്തലുണ്ടോ എന്ന് അറിയണം, അതിന് കാത്തിരിക്കണം. എന്തായാലും തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച CBI കുറ്റപത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഏതായാലും ഇതിൽ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ആർ ശ്രീജിത്ത്, 30 വർഷത്തെ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ചർച്ചയായിട്ടുള്ള അധികാരം നഷ്ടപ്പെടുന്നതിനും അധികാരം നേടുന്നതിനുമൊക്കെ വഴിയൊരുക്കിയ ഒരു കേസ് കൂടിയായി ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ നോക്കൂ, ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ഒരു ഗൂഢാലോചന, സ്മാർട്ട് വിജയൻ എന്ന S. വിജയൻ മറിയം റഷീദയെ കടന്നു പിടിച്ചപ്പോൾ അവർ ചെറുത്തതിന്റെ പ്രതികാരം ചെയ്യുന്നതിനായി നമ്പി നാരായണനെയും ഒപ്പം ശശികുമാറിനെയും ഈ കേസിലേക്ക് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരിക, പിന്നീട് അത് ബലപ്പെടുത്താനുള്ള നീക്കങ്ങൾ, മാധ്യമങ്ങൾക്ക് ഒരേ രീതിയിലുള്ള വാർത്തകൾ നൽകൽ, കിടപ്പറയിലെ ട്യൂണ മത്സ്യം, അങ്ങനെ പോകുന്ന ഒരു അപസർപ്പകത കഥയായി മാത്രം ഇതിനെ ചുരുക്കി കാണേണ്ടതുണ്ടോ? പ്രത്യേകിച്ചും ഒരു ഗൂഢാലോചന എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യാരംഗത്തെ വളർച്ച തടസ്സപ്പെടുത്തുന്ന ഗൂഢാലോചനയും ഇതിനൊപ്പം സംശയിക്കപ്പെടേണ്ട സാഹചര്യമുള്ളപ്പോൾ അതിൽ FIR-ലുണ്ട്. എന്നാൽ കുറ്റപത്രത്തിൽ ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ അതേക്കുറിച്ച് ഒരു പരാമർശം പോലും കാണുന്നതേയില്ല. ഇതിൽ നടന്ന രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ ആ കാലയളവിൽ നടന്ന ഗൂഢാലോചന സിദ്ധാന്തത്തെക്കുറിച്ചുള്ള വാദങ്ങളും ശ്രീജിത്തിന് ഓർമ്മയുണ്ടാകുമല്ലോ. അതുകൂടി ഈ കുറ്റപത്രത്തിന്റെ വിവരങ്ങളുമായി ചേർത്ത് വയ്ക്കുമ്പോൾ എന്താണ് നമ്മൾ നടത്തേണ്ട അധിക വായന, ആർ ശ്രീജിത്ത്? സുജിയ, ഈ ISRO ചാരക്കേസുമായി ബന്ധപ്പെട്ട ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ വളർച്ച തടയുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ഉണ്ടായ ഒരു സംഭവമായിരുന്നു ഈ ISRO ചാരക്കേസ്. ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അത് മുഖ്യമന്ത്രി K. കരുണാകരനെതിരെ തിരിച്ചുവിടുന്നതാണ് അന്ന് രാഷ്ട്രീയ കേരളം കണ്ടത്. മാത്രമല്ല, K. കരുണാകരൻ അദ്ദേഹത്തിന് അപകടം സംഭവിച്ച് അദ്ദേഹം ആരോഗ്യപരമായി അല്പം ദുർബലാവസ്ഥയിലിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റം ആവശ്യപ്പെട്ട് കോൺഗ്രസിലൊരു മൂവ്മെൻറ്റ് ആരംഭിക്കുന്നു. ഇതിനോടൊപ്പമാണ് ഈ ചാരക്കേസും ഉയർന്നു വന്നത്. ഈ ചാരക്കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് മറിയം റഷീദയും ഫൗസിയ ഹസനും ഉൾപ്പെട്ട ആളുകൾ ഇവിടെ നിന്ന് ISROയുടെ രഹസ്യങ്ങൾ കടത്തുന്നത് അതിനൊരു രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെട്ട് K. കരുണാകരനെതിരെ തിരിക്കുന്ന ഒരു സ്ഥിതിയാണ് അക്കാലത്തുണ്ടായത്. അത് ഈ K. കരുണാകരനെ ഈ രാഷ്ട്രീയമായി തേജോവധം ചെയ്യാനും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറ്റാനുമുള്ളൊരു മൂവ്മെൻറ്റായി മാറി എന്നതാണ് ഈ ചാരക്കേസിൻ്റെ ഒരു രാഷ്ട്രീയ വായനയ്ക്ക് നമ്മൾ വിധേയമാക്കുമ്പോൾ മനസ്സിലായത്. ഇത് പോലീസുകാർക്കിടയിൽ നടന്ന ഗൂഢാലോചനയും പോലീസുകാർ വൈരാഗ്യം മൂലം ആളുകളെ അപകടപ്പെടുത്തിയതാണ് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും മറ്റും ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നതാണ്. എന്നാൽ അത് കോൺഗ്രസിൽ K. കരുണാകരനെതിരായ മൂവ്മെൻറ്റിൻ്റെ ആ ഒരു നീക്കത്തിൻ്റെ ഉൾപ്രേരകമായി പ്രവർത്തിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. അതാണ് ഈ ചാരക്കേസിൻ്റെ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. അത്തരമൊരു കേസിൻ്റെ ഒടുവിലാണ് K. കരുണാകരന് പിന്നീട് സ്ഥാനമൊഴിഞ്ഞ് മാറേണ്ടി വന്നതും AK ആന്റണി 95-ൽ മുഖ്യമന്ത്രിയായി കേരളത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തത്. പിന്നീട് അദ്ദേഹം K. കരുണാകരൻ രാജ്യസഭാ അംഗമായി കേന്ദ്ര ദേശീയ തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം മാറ്റുന്നതാണ് പിന്നീട് കണ്ടത്. അപ്പോൾ K. കരുണാകരനെതിരായ ഒരു കേസായി മാറി. നമ്പിനാരായണൻ്റെ വ്യക്തിപരമായ ഒരു ക്രയോജനിക് ശാസ്ത്രജ്ഞൻ എന്ന നിലയിലും ഒപ്പം തന്നെ ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ ആത്മാഭിമാനത്തിനും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ വളർച്ചയ്ക്കും തടസ്സമുണ്ടായതുപോലെ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായതുപോലെ തന്നെ K. കരുണാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലും വലിയ തോതിൽ കളങ്കമേൽപ്പിക്കുന്ന ഒരു മൂവ്മെൻറ്റായി ഈ ചാരക്കേസ് മാറി. അത് നേരത്തെ സുജയ് സൂചിപ്പിച്ചവരെ ഒരേ തരത്തിലുള്ള വാർത്തകൾ വിവിധ കേന്ദ്രങ്ങളിൽ എത്തിക്കുക, അതിന് ഏതാണ്ട് ഒരേ ആളുകൾ തന്നെ പ്രവർത്തിക്കുക, അത് K. കരുണാകരനെതിരായ ഒരു ആരോപണമായി K. കരുണാകരൻ ഒരു നീക്കത്തിൻ്റെ ഉൾപ്രേരകമായി അതിനെ മാറ്റിയെടുക്കുക തുടങ്ങിയ മൂവ്മെൻറ്റുകൾ ആ ഘട്ടത്തിൽ തലസ്ഥാനം കേന്ദ്രീകരിച്ച് നടന്നതാണ്. ചാരക്കേസിൽ വസ്തുതയുണ്ടോ കഴമ്പുണ്ടോ എന്നതിനപ്പുറത്തേക്ക് K. കരുണാകരനെതിരെ കിട്ടിയ ഒരു ആയുധമായി ഇതിനെ മാറ്റി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രത്യാഘാതമായി മാറിയത്. അതാണ് K. കരുണാകരൻ്റെ കേരള രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന മൂവ്മെൻറ്റിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുനിർത്തിച്ചതും.
ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് റോഷിപാലിലേക്ക് വന്നാൽ, റോഷിപാൽ, ഇതിൽ നമ്പി നാരായണനെ കേസിൽ ഫ്രെയിം ചെയ്യണം എന്ന നിർദ്ദേശം വന്നത് RB ശ്രീകുമാറിൽ നിന്നാണ് എന്ന മൊഴികൾ ഇതിനകം വന്നിട്ടുള്ളതായാണ് ഈ കുറ്റപത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കുറ്റപത്രത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ നമ്മൾക്ക് ലഭിച്ച വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ എവിടെയാണ്, ഏതു ഘട്ടത്തിലാണ് നമ്പി നാരായണനിലേക്ക് ഈ കൃത്യമായി ഈ കേസ് കൊണ്ടുപോകണം എന്ന ഒരു നിർദ്ദേശം ഇവർക്ക് കിട്ടുന്നത്? അത് എവിടെ നിന്നാണ്? സുജയ, ഈ മറിയം റഷീദയെയും ഫൗസിയ ഹസനെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അവർക്കെതിരെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ഇത്തരമൊരു കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിന് പിന്നാലെ നടത്തിയ ചില പരിശോധനകൾ, കോൾ വിശദാംശങ്ങൾ സംബന്ധിച്ച് നടന്ന ചില പരിശോധനകൾ അത് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൽ നമ്പി നാരായണൻ, ശശികുമാർ ഉൾപ്പെടെയുള്ള 3 ISROയിലെ ഉദ്യോഗസ്ഥന്മാർ, ശാസ്ത്രജ്ഞരെ കൂടി ഉൾപ്പെടുത്തുന്നത്. ഇതിൽ പക്ഷേ ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്തായിരുന്നു? ഇവരെ ചാരക്കേസിൽ പ്രതിയാക്കി ചേർക്കുന്ന രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ ചുമത്തി ഇവരെ കൊടുക്കാനുള്ള മറ്റെന്തെങ്കിലും ദുരുദ്ദേശമുണ്ടായിരുന്നോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല. അത്തരത്തിലൊരു അന്വേഷണം CBIയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കാരണം അങ്ങനെ ഒരു അന്വേഷണത്തിൽ പ്രധാന ഭാഗം അതായിരുന്നു എന്ന് FIRലെ ഈ കാര്യം, ഈ ക്രയോജനിക സാങ്കേതിക വിദ്യ തകർക്കാനുള്ള നീക്കം പ്രതികളുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന ആ ഒരു പരാമർശം മാത്രം മതി അത്തരമൊരു പരിശോധന CBI നടത്തിയെന്നതിൻ്റെ തെളിവായി. പക്ഷേ അതിൻ്റെ വിശദാംശങ്ങൾ കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും പക്ഷേ ഈ ശാസ്ത്രജ്ഞരെ ഏറ്റവും പ്രധാനപ്പെട്ട, അന്ന് ISROയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാരായിരുന്നു ഇവരൊക്കെ. അതിൽ നമ്പി നാരായണൻ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ചില പദ്ധതികളുടെ ചുമതലയും പങ്കാളിത്തവുമുള്ള ശാസ്ത്രജ്ഞരായിരുന്നു. അപ്പോൾ അവരെ കൊടുക്കാൻ മറ്റ് രാജ്യാന്തര ശക്തികളുടെ സമ്മർദ്ദമോ സ്വാധീനമോ ഉണ്ടായിരുന്നോ എന്ന ഒരു സംശയം അത് CBI തന്നെ ആദ്യം FIRൽ സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അന്വേഷണത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ, കുറ്റപത്രത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ മാത്രമേ അതിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചയായി, ഈ കേസ് ഒരു വലിയ ചർച്ചയിലേക്ക് കടന്നപ്പോഴാണ് അത് രാഷ്ട്രീയമായുള്ള മുതലെടുപ്പിന് കോൺഗ്രസിനകത്ത് ശ്രമമുണ്ടായത്. കരുണാകരനെ താഴെ ഇറക്കാനുള്ള ഒരു ആയുധമാക്കി കോൺഗ്രസിൽ ഒരു വിഭാഗം അതിനെ മാറ്റുകയും ചെയ്തു. അതിനപ്പുറത്തേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിനെ കരുണാകരനുമായി കണക്ട് ചെയ്യാൻ വേണ്ടി ആകാം ഒരുപക്ഷെ രമൺ ശ്രീവാസ്തവ എന്ന അന്നത്തെ പോലീസ് മേധാവിയെ കൂടി ഇതിൽ പങ്കാളിയാക്കാനുള്ള ശ്രമം നടത്തിയത്. ഇതിൽ വലിയ ഗൂഢാലോചന ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ, കേന്ദ്ര സംസ്ഥാന ഉദ്യോഗസ്ഥന്മാർ നടത്തിയെന്നത് ഏറ്റവും വലിയ കുറ്റം തന്നെ. ഒന്ന്, കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഏറ്റവും സുതാര്യമായ ഒരു രഹസ്യാന്വേഷണ വിഭാഗമെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പ്രചരിക്കുന്ന ഒരു സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന ഈ RB ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇതിൻ്റെ ഭാഗമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതും CBIയുടെ കണ്ടെത്തലിൻ്റെ ഭാഗമായുണ്ട്. ഒപ്പം S. വിജയൻ ഇതിൽ നേരത്തെ പറഞ്ഞു നിർത്തിയിരുന്നത് S. വിജയൻ എന്ന ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തലയിൽ വിരിഞ്ഞ ഒരു ബുദ്ധി മാത്രമായിരിക്കില്ല ഇതെന്നത് യാഥാർത്ഥ്യമാണ്. അത് കൂടുതൽ വ്യക്തമാകണമെങ്കിൽ ഈ CJM കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരണം. കാരണം ഈ മറിയം റഷീദ് എന്ന 1994 ഒക്ടോബർ മുതൽ നമ്മളിപ്പോൾ സംസാരിക്കുന്ന 2024 ജൂലൈ വരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, കേരളം ഏറ്റവും ചർച്ച ചെയ്ത ഒരു സംഭവം തന്നെയാണ് ISRO ചാരക്കേസ്. ആ ISRO ചാരക്കേസ് ഉണ്ടായ വേളയിൽ മാധ്യമങ്ങളിലേക്ക് S. വിജയൻ എറിഞ്ഞുകൊടുക്കുന്ന ഫീഡർ അപ്പക്കഷണങ്ങൾ അത് അതേപടി എടുത്ത് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമപ്രവർത്തകരും ഉണ്ടായിരുന്നു. പിന്നീട് പല മാധ്യമപ്രവർത്തകരും തന്നോട് തങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുവെന്ന് നമ്പി നാരായണൻ തന്നെ റിപ്പോർട്ടറിനോട് അല്പസമയം പറയുകയും ചെയ്തതാണ്. പക്ഷേ അന്ന് ആ പൊതുബോധത്തിനെതിരെ നീന്തിയ ചിലർ ഇപ്പോഴും മാധ്യമപ്രവർത്തകരായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിലൊരാളാണ് ശ്രീ ജേക്കബ് ജോർജ്. ഗുഡ് ഈവനിങ് ശ്രീ ജേക്കബ് ജോർജ്. അന്ന് നമ്പി നാരായണനെ ഫ്രെയിം ചെയ്തുകൊണ്ടുവന്ന, കൃത്യമായി ക്രയോജനിക് സാങ്കേതിക വിദ്യയുടെ ചിത്രങ്ങളടക്കം പാകിസ്ഥാന് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുവന്ന കേസ്, ഒപ്പം മറിയം റഷീദയുടെയും ഫൗസിയ ഹസന്റെയും മസാല കഥകൾ, ഇതെല്ലാം മാധ്യമങ്ങളിൽ നിരനിരയായി വന്നപ്പോൾ അതിനെതിരെ പറഞ്ഞുകൊണ്ടേയിരുന്ന ഒരാളാണ് താങ്കൾ. എന്തുകൊണ്ടാണ് അന്ന് അങ്ങ് ആ രീതിയിൽ ചിന്തിച്ചതും എഴുതിയതുമൊക്കെ? തീർച്ചയായിട്ടും നമ്മൾ പത്രക്കാരെ, എല്ലാ മാധ്യമ പ്രവർത്തകരെയും പോലെ ഞാനും ഒരു വലിയ എടുത്തിയാട്ടക്കാരനായിരുന്നു സുജയ. കാരണം എടുത്തിയാട്ടക്കാരായിരിക്കണം, നമ്മൾ എടുത്തു ചാടണം. ഒരു വിഷയം കണ്ടാൽ, ഒരു വിഷയം കേട്ടാൽ അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാൻ. പക്ഷേ ഇവിടെ ഞാൻ എടുത്തു ചാടി. പക്ഷേ എനിക്ക് കിട്ടുന്ന വാർത്തകളെക്കുറിച്ച് അന്നേ നമുക്കറിയാം. S. വിജയൻ എന്ന് പറയുന്ന സ്മാർട്ട് വിജയൻ എന്നറിയപ്പെടുന്ന വിജയൻ സർക്കിൾ ഇൻസ്പെക്ടർ തന്നെയാണ് ഈ പത്രക്കാർക്കെല്ലാം, അന്ന് ടെലിവിഷനൊന്നും ഇല്ല, അതുകൊണ്ട് പത്രക്കാർ എന്ന വാക്ക് പ്രയോഗം മാത്രം മതി, കൊടുത്തുകൊണ്ടിരുന്നത്. എനിക്കും കിട്ടി. പക്ഷെ അദ്ദേഹം നേരിട്ടൊന്നും പറയുകയല്ല, വേറെ 1-2 കിങ്കരന്മാർ വഴിയാണ് തരുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, എനിക്ക് നേരിട്ട് വിജയനെ കാണാൻ പറ്റുമോ? അയ്യോ, അത് കാണാൻ പറ്റത്തില്ല. അതെന്താ? അദ്ദേഹം വലിയ തിരക്കിലാണ്. അപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് കിട്ടൂ. അപ്പോൾ തന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നി. പിന്നെ വരുന്ന വാർത്തകൾ, പത്രങ്ങളിലൊക്കെ വരുന്ന
എനിക്ക് ഇന്ത്യ ടുഡേയിൽ ആഴ്ചപ്പതിപ്പാണ് കേട്ടോ, അതും കൂടി ഓർക്കണം. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ ജേക്കബ് ജോർജ്, ആഴ്ചപ്പതിപ്പായതുകൊണ്ട് ദിവസവും താങ്കൾക്ക് ഈ തുടർക്കഥ പോലെ ഇത് പ്രസിദ്ധീകരിക്കേണ്ടി വന്നിട്ടില്ല. കിടപ്പറയിൽ ട്യൂണ മത്സ്യത്തെ ഒന്നും പുളയാൻ നിർബന്ധിതനാകേണ്ടി വന്നില്ല. ഒരാഴ്ച കിട്ടി താങ്കൾക്ക് ഈ സംശയങ്ങൾ മാറ്റാൻ. അതെ, അയ്യോ, നമ്മളതൊക്കെ വായിച്ചു നോക്കിയാലേ മറിയം റഷീദ കിടക്കറയിലെ ട്യൂണ എന്നാണ് ഒരു പത്രം വിശേഷിപ്പിച്ചത്. പിന്നെ വേറൊരു പത്രം അതിനെക്കാട്ടിലും അടുത്തത് പുറംകടലിൽ ഒരു കപ്പൽ കിടക്കുകയാണ്. ഈ മറിയം റഷീദയും ഫൗസിയ ഹസനും കൊണ്ടുവരുന്ന രേഖകൾ, കെട്ടുകണക്കിന് രേഖകൾ, ഇതെല്ലാം കൂടെ കടത്തിക്കൊണ്ടുപോകാൻ പാകിസ്ഥാനിലേക്കോ മറ്റോ കടത്തിക്കൊണ്ടുപോകാൻ ഒരു പുറംകടലിൽ ഒരു കപ്പൽ കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തകൾ. ഇതൊക്കെ കേട്ടപ്പം എനിക്ക് സംശയം തോന്നി. സംശയം തോന്നിയതുകൊണ്ട് മാത്രം എന്നോട് എൻ്റെ എഡിറ്റർ ശേഖർ ഗുപ്ത ചോദിച്ചു, എന്താ ജയിക്കും, നമുക്കെന്താ സ്റ്റോറി ഇല്ലാത്ത? ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വസിക്കാനും കൂടെ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട് സുജയ പാർവതി, അന്ന് മാതൃഭൂമിയും കൊടുത്തിരുന്നില്ല. ആ സമയത്ത് മാതൃഭൂമി പത്രത്തിലും വാർത്തകളൊന്നും വന്നില്ല. പിന്നീട് ശ്രീധരൻ നായർ, ഞാനും പഴയ മാതൃഭൂമിക്കാരനായതുകൊണ്ട് ഇൻസൈഡ് കാര്യങ്ങളൊക്കെ അറിയാവുന്നത്, ശ്രീധരൻ നായർ അന്നത്തെ മാതൃഭൂമിയുടെ എഡിറ്ററായിരുന്നു. അദ്ദേഹം കൊച്ചി വന്നിട്ട് നമുക്ക് എന്തുകൊണ്ടില്ല, മറ്റു പത്രങ്ങളിലെല്ലാം വലിയ വാർത്തകൾ, തീ കത്തുന്ന വാർത്തകൾ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ശേഖരൻ നായരെയും വേറെ ഒരു കറസ്പോണ്ടന്റിനെയും ചുമതലപ്പെടുത്തുകയായിരുന്നു. അവരാണ് പിന്നീട് ഇത് റിപ്പോർട്ടുമായിട്ട് പഴയ മറ്റു പത്രങ്ങളോടൊപ്പം നീങ്ങിയത് എന്നും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇത് പക്ഷേ എസ് വിജയൻ നേരത്തെ സുജിയെ ചൂണ്ടിക്കാണിച്ചതുപോലെ ആ സ്ത്രീയെ എനിക്കറിയാം, മറിയം റഷീദ് ഞാനുമായിട്ട് പിന്നെ അങ്ങ് ഭയങ്കര സൗഹൃദമായി. അവർ ജയിലിൽ കിടക്കുകയാണ്, തൃശ്ശൂർ ജയിലിൽ കിടക്കുകയാണ്, വിയ്യൂർ സെൻട്രൽ ജയിലിൽ. ഞാൻ കോടതിയിൽ പോയി ഒരു പെർമിഷനൊക്കെ മേടിച്ച് കോടതി ജഡ്ജി എന്നെ അനുവദിച്ചു ജയിലിൽ പോയി കാണാൻ. ജയിലിൽ പോയി ഞാൻ കണ്ടു. എൻ്റെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു, പക്ഷേ അവരെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പോൾ മറിയം റഷീദയോട് പറഞ്ഞ് കരഞ്ഞു പോയി. കാലൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ഇരിക്കാനൊന്നും, എനിക്കിരിക്കാൻ ഒരു കസേര അവർ തന്നു ജയിലുകാരെ, ഉദ്യോഗസ്ഥന്മാരെ. പക്ഷെ മറിയം റഷീദയ്ക്ക് ഇരിക്കാൻ പോലും അവർ സമ്മതിക്കത്തില്ല. കാരണം പ്രതിയല്ലേ, കോടതി കൂട്ടിക്കിടക്കുന്ന പ്രതിയല്ലേ, അവർ നിൽക്കുകയാണ്. അപ്പം എന്നെ കാണിച്ചു, മുട്ടൊക്കെ ഉണ്ടല്ലോ, നീര് വെച്ചിരിക്കുന്നു. അവരെന്നോട് പറഞ്ഞത്, സുജയ, ഞാൻ ഇപ്പോഴത് കേൾക്കുമ്പം മേല് പെരുകുന്നുണ്ട്. അവർ പറഞ്ഞത്, സാർ, ഒരു തുണി പോലും ഇല്ലാതെ എന്നെ വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് ഈ ജനലെ കെട്ടിയിട്ടു, എന്നിട്ട് കസേര വെച്ച് അടിച്ചു മുട്ടയിൽ. കസേരയുടെ കാലൊടിഞ്ഞു. ഒടിഞ്ഞവരുടെ പേര് ഞാൻ ഇന്ത്യ ടുഡേയിൽ കൊടുത്തു. ആ 2 പേരാണ്, തമ്പി എന്നും വിജയനെന്നും. അത്രേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഇവരെനിക്കെതിരെ, ഞങ്ങൾക്കെതിരെ ഇന്ത്യ ടുഡേ ചീഫ് എഡിറ്റർ അരുൺപുരി, എഡിറ്റർ ശേഖർ ഗുപ്ത എന്നിവർക്കെതിരെ എല്ലാം കേസ് കൊടുത്തു. ഞാൻ പറഞ്ഞു, ഈ മർദ്ദനത്തിൻ്റെ കാര്യം മറിയം റഷീദ എന്നോട് പറഞ്ഞ വിവരങ്ങൾ വെച്ചിട്ട് ഞാൻ സ്റ്റോറി കൊടുത്തു. ഞങ്ങൾക്കെതിരെ അവർ കേസ് കൊടുത്തു, മാനനഷ്ട കേസ്. ആ കേസിന് വേണ്ടി മറിയം റഷീദയും ഫൗസിയ ഹസനും ഓരോ 15 ദിവസം, അതേസമയത്ത് തന്നെ രാജശേഖരൻ, സാവിയുടെ, ബോംബെയിൽ നിന്ന് ഇറങ്ങിയിരുന്ന സാവി എന്ന മാസികയുടെ കറസ്പോണ്ടന്റ്, അദ്ദേഹം ഇതുപോലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞങ്ങൾ 2 പേരും കൂടി ഹാജരാകും. ശേഖർ ഗുപ്തയും അരുൺപുരിയൊക്കെ അരുൺപുരി വന്നിട്ടില്ല. പിന്നീട് അവരെയൊക്കെ അരുൺപുരിയെ കേസിൽ നിന്ന് ഒഴിവാക്കി. ശേഖർ ഗുപ്ത മിക്കവാറും ദിവസങ്ങളിലെ കോടതി ഹാജരാകാൻ വരുമായിരുന്നു. അതുപോട്ടെ. പക്ഷേ ഇവിടെ ഇവരെ ക്രൂരമായി മർദ്ദിച്ച കാര്യം ഈ മറിയം റഷീദ ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിക്രൂരമായ മർദ്ദനം, ഞാൻ അവരുടെ കാലിൽ വീങ്ങിയിരിക്കുന്നത്, നീര് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. ശ്രീ ജേക്കബ് ജോർജ്, അവരെ മർദ്ദിച്ചത് ഇങ്ങനെ നഗ്നയാക്കി ഒരു സ്ത്രീയെ കെട്ടിയിട്ട് മർദ്ദിച്ചു കഴിഞ്ഞാൽ ചെയ്യാത്ത കുറ്റമാണെങ്കിൽ പോലും അവരത് ഏൽക്കും എന്നുള്ള ഒരു ധാരണയിലായിരിക്കാം അവരെ അങ്ങനെ മർദ്ദിച്ചത് എന്ന് വേണ്ടേ കരുതാൻ. കാരണം നമ്പി നാരായണനെയും ശശികുമാറിനെയും ഒക്കെ ഇതിലേക്ക് കൃത്യമായി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മറിയം റഷീദ തന്നെ വിചാരിക്കണം, മറിയം റഷീദ പറയണം എന്താണ് ബന്ധമെന്നുള്ളത്. അപ്പോൾ ഈ കേസ് കൃത്യമായി തെളിവുകളില്ല മുന്നിൽ. അതുകൊണ്ട് ഇവരെ കൊണ്ട് പറയിപ്പിച്ച് കേസ് ബലപ്പെടുത്തുക, അതിനുള്ള നീക്കം നടക്കുന്ന വേളയിലായിരിക്കും അങ്ങ് ജയിലിൽ പോയതും അവരെ കാണുകയും ഒക്കെ ചെയ്തതും. ഇപ്പോൾ CBI ഈ ഗൂഢാലോചന അന്വേഷിക്കുമ്പോൾ ഈ കേസിലേക്ക്, ഈ കേസ് ഉണ്ടാക്കുന്നതിന് ഗൂഢാലോചന നടത്തിയ ആളുകളിൽ 1ാം പേരുകാരനായി വരുന്നത് ഈ എസ് വിജയൻ അടക്കമുള്ള ആളുകളാണ്. ഇവരെല്ലാവരും ചേർന്ന് നടത്തിയ ഈ ഒരു കോൺസ്പിറസി അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് അങ്ങ് സംശയിക്കുന്നത്? വെറുതെ ഉദ്യോഗസ്ഥർക്ക്, മറിയം റഷീദയോട് ഒരു ഉദ്യോഗസ്ഥന് തോന്നിയ ഒരു
ആഗ്രഹം, ആ ആഗ്രഹം നടക്കാതെ വന്നപ്പോഴുണ്ടായ പ്രകോപനം, അത് മാത്രമാണ് ഈ കേസിലേക്ക് പോയ ഗൂഢാലോചനയുടെ കാരണമെന്നുള്ളത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുമോ ശ്രീ ജേക്കബ് ജോർജ്? മറ്റു വിഷയങ്ങൾ, മറ്റു കാരണങ്ങൾ, മറ്റു ഇടപെടലുകൾ പലരും ഈ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു കേസ് ഉണ്ടാക്കുന്നതിലേക്ക് എത്തിച്ചു എന്ന് ന്യായമായും സംശയിച്ചുകൂടെ? നമ്പിനാരായണൻ പറയുന്നത് ഇനിയും പല കാര്യങ്ങളും വെളിപ്പെടാനുണ്ട്, അത് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാകട്ടെ എന്നിട്ട് ഞാൻ പറയാമെന്നാണ്. അത് അമേരിക്ക ഇന്ത്യയുടെ സ്പേസ് വികസനത്തിന് വേണ്ട സാങ്കേതിക വിദ്യ തരുന്നത് നിർത്തി റഷ്യയിൽ നിന്ന് രഹസ്യമായിട്ട് ഈ സാങ്കേതിക വിദ്യകൾ വരുത്തിക്കൊണ്ടിരുന്നു. അന്ന് ചില രഹസ്യമാർഗങ്ങൾ, രഹസ്യമായ ചില ബന്ധങ്ങൾ, ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ തുടങ്ങിയ ഈ ഇന്ത്യ സോവിയറ്റ് ബന്ധങ്ങൾ ഇപ്പം നരേന്ദ്രമോദിയും റഷ്യയിൽ പോയിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് നമ്മളിത് ഓർക്കേണ്ടത്. സാഹചര്യം അതാണ്, രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അവിടുന്ന് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത് രഹസ്യമായിട്ടായിരിക്കണം. പക്ഷേ അത് രഹസ്യമാക്കാൻ പറ്റിയില്ല. കാരണം അവിടുത്തെ പല ബന്ധങ്ങളും അമേരിക്കക്കാരിങ്ങനെ സൂക്ഷ്മദർശിനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ റഷ്യ ബന്ധത്തെ. അത് അപ്പോൾ അമേരിക്കയുമായിട്ട് ബന്ധമുള്ള, അമേരിക്കൻ ചാരസംഘടനകളുമായിട്ട് ബന്ധമുള്ള IBയിലെ ചില ഉദ്യോഗസ്ഥർ ആണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് അദ്ദേഹം സംസാരമുണ്ടായിരുന്നു. ജയരാജശേഖരൻ നായർ ഒരു പുസ്തകം എഴുതി, സ്പൈസ് ഫ്രം സ്പേസ് എന്നൊരു പുസ്തകം അന്ന് ഇംഗ്ലീഷ് എഴുതിയിരുന്നു. വളരെ വിശദമായിട്ട് ഇതെല്ലാം വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണത്. പക്ഷേ അതിൻ്റെ കോപ്പികളൊക്കെ പെട്ടെന്ന് വിറ്റു തീർന്നു. രാജശേഖരൻ പറയുന്നത് അത് മുഴുക്കുകയും IBക്കാരും ബന്ധപ്പെട്ട തൽപര കക്ഷികൾ മേടിച്ചുകൊണ്ട് പോയി എന്നാണ് പറയും. എൻ്റെ ഒരു കോപ്പിയുണ്ട്, അതിപ്പോഴും ഉണ്ട്. അതിനകത്ത് സൂക്ഷ്മമായിട്ട് അതിനകത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ ആ വഴിയെ പറയാം. ഞാൻ ഇത് അന്വേഷിച്ച CBI ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി. അത് കൊച്ചിയിലാണ്. കൊച്ചിയിലെ ഓഫീസിൽ പോയി നമ്മുടെ ഒരു KM നായർ, പിന്നെ വേറെ ഒരു പഞ്ചാബിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ, ജോയിന്റ് ഡയറക്ടർ SR, ഞാൻ പേര് പെട്ടെന്ന് മറന്നുപോയി. മറ്റേ കെ മധുസൂദൻ നായർ എന്നൊരാളാണ്, നെയ്യാറ്റിൻകര സ്വദേശിയാണ്. അദ്ദേഹം IG ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മേലെ ഒരു ജോയിന്റ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരുമാണ് കണ്ടത്. ഞാനൊരു 3-4 ദിവസം എറണാകുളത്ത് ഫോർട്ട് കൊച്ചിയിലെ CBI ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്ന ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഇന്ത്യ ടുഡേ ലേഖനത്തിൽ ഞാൻ ഹോട്ടലിൽ താമസിക്കും. രാത്രി ആകുമ്പോഴത്തേക്ക് അവരുടെ അടുത്ത് പോകും. അവർ രാത്രി വെളുക്കോളം ഇരുന്ന് കാര്യങ്ങളെല്ലാം എന്നോട്, പകലൊക്കെ അവരുടെ ജോലിയാണ്, രാത്രി മുഴുക്കരുന്ന് പറയും. ഒരു ഉദാഹരണം ഞാൻ പറയാം. മദ്രാസ് ഇന്റർനാഷണൽ എന്നൊരു ഹോട്ടലിൽ രമൺ ശ്രീവാസ്തവ, ഫൗസിയ ഹസൻ, മറിയം റിഷദ എന്നിവരൊക്കെ താമസിച്ചു. അവിടെ രമൺ ശ്രീവാസ്തവയും താമസിച്ചു. രമൺ ശ്രീവാസ്തവ അവിടെ വെച്ച് ഇവരെ കാണുകയും കൈക്കൂലി ഡോളറായിട്ട് മേടിക്കുകയും ചെയ്തു എന്നാണ് ഈ IB ഉദ്യോഗസ്ഥരും കേരള പോലീസും കണ്ടുപിടിച്ച ഒരു വിഷയം. രണ്ടാമതൊന്ന്, മാലിയിലെ ഒരു ഇസ്ലാമിക് ബാങ്കുണ്ട്. ആ ബാങ്കിൽ ഇമാമുദ്ദീൻ എന്നൊരു ഉദ്യോഗസ്ഥനുണ്ട്. ഇമാമുദ്ദീൻ എന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഡോളർ കാശ് മാറ്റിക്കൊണ്ടിരുന്നത്, ഈ മറിയ റഷീദ വഴി ISRO ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അതാണ് രണ്ട് കഥ. അപ്പം CBIക്കാർ പോയി മദ്രാസ് ഇന്റർനാഷണൽ ഹോട്ടലിൽ പോയി വിശദമായിട്ട് പരിശോധിച്ചു. ആ ദിവസങ്ങളിൽ 4 ശ്രീവാസ്തവന്മാർ അവിടെ താമസിച്ചിരുന്നു. ഈ 4 ശ്രീവാസ്തവരെയും അവർ ഐഡന്റിഫൈ ചെയ്തു. ഈ 4 പേരും മിക്കവാറും ബിസിനസ്സുകാരോ മറ്റുമാണ്. അത് രമൺ ശ്രീവാസ്തവയല്ല. രമൺ ശ്രീവാസ്തവ ആ സമയത്ത് തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനായിരുന്നു റിപ്പബ്ലിക് ഡേ അതിൻ്റെ ഒക്കെ ചുമതല. ആ സമയത്ത് അതിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാറിൻ്റെ ലോഗിലൊന്നും എയർപോർട്ടിൽ പോയതായിട്ടേ വിവരമില്ല. അന്ന് എയർപോർട്ടിലേക്ക് അദ്ദേഹം പോവുകയോ മദ്രാസിലേക്ക് ടിക്കറ്റ് എടുക്കുകയോ ചെയ്തിരുന്നില്ല. അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒന്ന്, മാലിയിലെ ബാങ്കിൻ്റെ കാര്യം, ഇമാമുദ്ദീൻ എന്ന പേരിൽ ഒരാൾ കഴിഞ്ഞ 10 വർഷമായിട്ട് അവിടെ ജോലി ചെയ്തിട്ടേ ഇല്ല എന്ന കാര്യവും ഈ CBI കണ്ടുപിടിച്ചു. അങ്ങനെ ഈ പോലീസ് കണ്ടുപിടിച്ച, ഇതെല്ലാം ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ്, എൻ്റെ രേഖകളൊന്നുമില്ല, മനസ്സിലായി. ഈ IBയും കേരള പോലീസും കണ്ടുപിടിച്ച എല്ലാ കാര്യങ്ങളും, എണ്ണി പറഞ്ഞിരുന്ന കുറ്റാരോപണങ്ങളെല്ലാം വിശദമായി അന്വേഷണത്തിലൂടെ വളരെ
അർത്ഥവത്തായിട്ട് തന്നെയാണ്, വളരെ വിശദമായിട്ട് തന്നെയാണ് അവർ ഖണ്ഡിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൊച്ചിയിൽ രാത്രി അവരെ ഞാൻ ചോദ്യം ചെയ്യാം. ഞാൻ ഈ പത്രം വായിച്ചിട്ട് ഞാൻ അപ് ടു ഡേറ്റ് ആയിരുന്നു. അവരെ ഞാൻ ഇങ്ങനെ ചോദ്യം ചെയ്യുക, പോലീസ് ഉദ്യോഗസ്ഥരെ, CBI ഉദ്യോഗസ്ഥരെ. പക്ഷെ അവരെല്ലാത്തിനും കൃത്യമായ മറുപടി രേഖാമൂലം എനിക്ക് തന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ത്യ ടുഡേ, ഞാനും ശേഖർ ഗുപ്തയും കൂടെ ഇന്ത്യ ടുഡേ ഇംഗ്ലീഷിൽ 4 പേജ് വരുന്ന ഒരു സ്റ്റോറി ആയിരുന്നു, കവർ സ്റ്റോറി ആയില്ല. പക്ഷെ അന്ന് മലയാളം എഡിഷനിലെ കെട്ടിച്ചമച്ച നുണക്കഥകൾ ISRO ചാരക്കേസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മലയാളം ഇന്ത്യ ടുഡേയുടെ വലിയ വിശദമായ ഒരു കവർ സ്റ്റോറി അന്ന് വന്നത്. തീർച്ചയായും അന്നത്തെ ആ ഇന്ത്യ ടുഡേ കവർ സ്റ്റോറികൾ അത് മാത്രമാണ് അന്ന് മാറി നിന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയോട് ഇക്കാര്യങ്ങൾ വിശദമായി തന്നെ നമ്മൾ ചോദിച്ചതും. അന്ന് മാധ്യമ പ്രവർത്തകർക്ക് എസ് വിജയൻ കൊടുത്ത വാർത്തകൾ അതേ രീതിയിൽ പത്രങ്ങളിൽ എഴുതിവിട്ടപ്പോൾ ആ ഒഴുക്കിനെതിരെ നീന്തിയ പത്രപ്രവർത്തകരിൽ ഒരാളാണ് ശ്രീ ജേക്കബ് ജോർജ്. വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നത് ഇന്നത്തെ ദിവസമാണ്. കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷം റിപ്പോർട്ടർ TVയോടായിരുന്നു നമ്പി നാരായണന്റെ ആദ്യത്തെ പ്രതികരണം. ആ ആദ്യ പ്രതികരണത്തിൽ അദ്ദേഹത്തോട് ചോദിച്ച കാര്യങ്ങളിൽ എല്ലാം അദ്ദേഹം കൃത്യമായ മറുപടി നൽകുകയും ചെയ്തു. ISRO ചാരക്കേസിൽ സത്യം ഒരു നാൾ പുറത്തു വരുമെന്ന് ഉറപ്പായിരുന്നുവെന്നാണ് നമ്പി നാരായണൻ പ്രതികരിച്ചത്. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സത്യം പുറത്തു വന്നതിൽ സന്തോഷമുണ്ടെന്നും നമ്പി നാരായണൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമ്പി നാരായണന്റെ റിപ്പോർട്ടറിനോടുള്ള ആ ടെലിഫോൺ സംഭാഷണം നമുക്കൊന്നുകൂടി കേൾക്കാം. നിങ്ങളുടെ ന്യൂസ് ചാനൽ കണ്ടിട്ടാണ് ഞാൻ തന്നെ ഇപ്പൊ ഈ ന്യൂസ് ഇപ്പൊ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഈ കേസ് 30 വർഷമായി. 30 വർഷത്തിന് മുമ്പ് 96 തന്നെ അവർ ഈ തെളിവ് ഇതൊക്കെ അവർക്ക് തെളിഞ്ഞതാണ്. പിന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവർ ടേക്കൻ ടു 94 നവംബറിൽ തുടങ്ങിയത്, ഒക്ടോബറിൽ തുടങ്ങിയത് 96 മെയ് 1-ാം തീയതിയാണ് തീരുന്നത്. പിന്നെ 98-ലാണ് സുപ്രീം കോടതിയുടെ conclusion. I was fighting the case to book those culprits who have done this kind of a crime. That took 20 years. അത് കഴിഞ്ഞിട്ടാണ് ജെയിംസ് കമ്മിറ്റി വരുന്നതും ജെയിംസ് കമ്മിറ്റിയുടെ കണ്ടുപിടുത്തം കണ്ടിട്ടാണ് ഇവരിപ്പം അതിന്റെ ബേസിസിൽ ആഫ്റ്റർ ദി സുപ്രീം കോർട്ട് അപ്രൂവ്ഡ് ദി ജെയിംസ് കമ്മിറ്റി റിപ്പോർട്ട് അതിന്റെ ബേസിസിലാണ് ഇപ്പോൾ ഈ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. മേ ബി CBI wanted to go in certain way. അതായിരിക്കും നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നോക്കൂ, അങ്ങയെ അറസ്റ്റ് ചെയ്തത് ഒരു തെളിവുമില്ലാതെയാണ് എന്നറിയാം. അങ്ങയെ തല്ലിച്ചതച്ചത് ഈ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇനിയും അടിച്ചാൽ മരിച്ചു പോകും, അതുപോലെ മൃതപ്രായനാക്കുന്നത് വരെ ഒരു ശാസ്ത്രജ്ഞനെ ഭാരതത്തിന് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി തരേണ്ട കാലയളവിലാണ് അങ്ങേക്ക് മർദ്ദനമേറ്റതും അങ്ങ് ഈ ഇല്ലാത്ത കുറ്റത്തിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടതുമെല്ലാം. അതിനെല്ലാം തുടക്കമിട്ടത് എവിടെയാണ് എന്നുള്ളത് ഇപ്പോൾ സമൂഹത്തിന് മുന്നിൽ കൃത്യമായി CBIയുടെ കുറ്റപത്രത്തിന്റെ രൂപത്തിൽ വന്നു നിൽക്കുകയാണ് സർ. അത് എനിക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങൾ ഇപ്പൊ അവർ പുറത്ത് കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട്. ഇപ്പോൾ ഈ നഷ്ടപരിഹാരം തന്നതോടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് ഇതിന് കുറ്റക്കാരായവർ അവരും കൂടി പുറത്തു വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങൊരു സ്റ്റെപ്പ് എടുത്തത്. അതൊരു ബോൾഡ് സ്റ്റെപ്പായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതല്ലേ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ഈ ഉത്തരങ്ങൾ? ഷുവർ. അതിന് എന്റെ ആംഗിൾ സ്ലൈറ്റ്ലി ഡിഫറെന്റ്. ഞാൻ അതിനകത്ത് അവരെ ഞാൻ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കണമായിരുന്നു. അത് ഇറ്റ് ടുക്ക് അബൌട്ട് 4 years. അത് 4 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറ്റം ചെയ്തില്ലെങ്കിൽ ആരാണ് ഈ കുറ്റം ചെയ്തത് എന്ന് തെളിയിക്കണമായിരുന്നു. അതിന് 18-20 വർഷം. പിന്നീട് ഇതുപോലെ അവരുടെ ഒരു ഡിസ്കഷനും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ചേർത്തിട്ടാണ് ഇപ്പൊ ഈ ചാർജ് ഷീറ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ആൾറെഡി പാർട്ട് ഓഫ് ഇറ്റ് ഇസ് ആൾറെഡി ഇൻ CBIയുടെ കോഷൻ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. 1996 മെയ് 1-ാം തീയതി സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ കോഷൻ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. എനിക്ക് ഈ കേസുമായിട്ട് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഞാൻ പറയുന്നത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നൗ ഇറ്റ് ഈസ് ബിറ്റ്വീൻ ദി പ്രോസിക്യൂട്ടിംഗ് ഏജൻസി ആൻഡ് ദി അക്യൂസ്ഡ്. And the Kodadi is the one which is watching the entire proceedings. Maximum വന്നാൽ ഇതിനകത്ത് ചിലപ്പോൾ അവരെന്നെ ക്ഷണിക്കുകയാണെങ്കിൽ I will be one of the witnesses ആയിരിക്കാം. അത്രയേ ഉള്ളൂ. ശ്രീ നമ്പിനാരായണൻ, നോക്കൂ, അങ്ങേക്ക് പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു, എന്നെ തല്ലിച്ചതച്ചു എന്നുള്ളത് അങ്ങ് ആ കാലം മുതൽ തന്നെ പറയുന്നതാണ്. അത് കൃത്യമായി അതിനൊപ്പം നിൽക്കാൻ അങ്ങയുടെ നിരപരാധിത്വം ബോധ്യപ്പെട്ടുകൊണ്ട് അങ്ങേക്കൊപ്പം നിൽക്കാൻ അധികം മാധ്യമങ്ങളൊന്നും തയ്യാറായില്ല. ഈ മാധ്യമങ്ങൾക്കെല്ലാം ഈ വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് എസ് വിജയനാണ് എന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകർ തന്നെ മൊഴി നൽകിയിരിക്കുന്നു എന്നതും ഈ കുറ്റപത്രത്തിലുണ്ട്. അപ്പോൾ ഗൂഢാലോചന നോക്കൂ ഏതൊക്കെ തരത്തിലാണ്. അങ്ങേ ഇല്ലാതാക്കാൻ ഒരു ഭാഗത്ത് ശ്രമിക്കുന്നു, ഒരു ഭാഗത്ത്
ഭാഗത്ത് മർദ്ദിച്ച് പോലീസ് കസ്റ്റഡിയിൽ ക്രൂരമർദ്ദനത്തിന് വിധേയനാക്കുന്നു. ഇനിയും മർദ്ദിച്ചു കഴിഞ്ഞാൽ അങ്ങ് മരിച്ചു പോകുമെന്ന് താൻ പോലീസിന് മുന്നറിയിപ്പ് നൽകിയെന്ന് ഡോക്ടർ സുകുമാരൻ പറഞ്ഞ മൊഴിയടക്കം ഈ കുറ്റപത്രത്തിന്റെ ഭാഗമാണ്. അന്ന് നടന്ന കാര്യങ്ങൾ, അങ്ങ് അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ തെളിവുകളായി സാക്ഷികളായി മുന്നിലേക്ക് വരികയാണ്. ഇതിൽ ഈ മാധ്യമങ്ങളിൽ വന്ന ട്യൂണ മത്സ്യം അടക്കമുള്ള അങ്ങയെ എങ്ങനെയൊക്കെയാണ് വിശേഷിപ്പിച്ചത്, അതിനൊക്കെയുള്ള ഒരു മറുപടി കൃത്യമായി ഈ ഉദ്യോഗസ്ഥർ പറയേണ്ടതല്ലേ? ഷുവർ അവർ പറയണം. അവർക്ക് ഇപ്പൊ കോടതിയിൽ അവർക്ക് പറയാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്, അവർ പറയട്ടെ. പക്ഷെ ഇതിനകത്ത് എനിക്ക് മനസ്സിലാകാത്തത്, ആൾറെഡി സുപ്രീം കോർട്ട് ഹാസ് കൺക്ലൂഡഡ് ദാറ്റ് ദിസ് ഈസ് എ ഫാൾസ് കേസ്. ഇനി ഇത് ഈ സെഷൻസ് CBI കോടതി മുതൽ തുടങ്ങി എവിടെ വരെ എത്തും എന്നുള്ളത് ഐ ഡോണ്ട് നോ വാട്ട് വിൽ ബി ദെയർ ഡിഫൻസ്. എന്താണ് ഡിഫൻസ് എനിക്കറിയില്ല. ചിലപ്പം ഒരു ട്രയൽ ഉണ്ടാവും. ആ ട്രയലിന്റെ യു ഹാവ് ടു, അതിനകത്ത് എല്ലാ കാര്യങ്ങളും നിരൂപിക്കപ്പെടണ്ടേ. യു ഹാവ് ടു പ്രൂവ് ദ കേസ്. അതായിരിക്കും നടക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാന്ന് ഞാൻ പറയാൻ കാരണം, മടുത്തു. ഇമാജിൻ യുവർ സെൽഫ്, ഒരു കേസ് 30 വർഷം ഞാൻ കൊണ്ട് നടന്നത് തന്നെ വലിയ കാര്യമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ഐ ഹാവ് ബിക്കം ഓൾഡ് നൗ, ഐ ആം ഫെഡ് അപ്പ്. അപ്പം എനിക്ക് കുറച്ച് സമയമുള്ള സമയം ഐ വാണ്ട് ടു സ്പെൻഡ് വിത്ത് മൈ ഫാമിലി, വിത്ത് മൈ പീപ്പിൾ, വിത്ത് മൈ വൈഫ്, വിത്ത് മൈ ചിൽഡ്രൻ. ഇതുകൊണ്ട് എനിക്കൊരു പൊറിക്കല്ല. അവരെ പണിഷ് ചെയ്താലും പണിഷ് ചെയ്തില്ലെങ്കിലും, സത്യം പറയട്ടെ, എനിക്കതിനകത്ത് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അവർ പണിഷ് ചെയ്താലും ഓക്കെ, പണിഷ് ചെയ്തില്ലെങ്കിലും ഓക്കെ, എവരിതിങ് ഈസ് ഓക്കെ. ഫിലോസഫിക്കലല്ല, ഇതൊരു യഥാർത്ഥമാണ്. നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണല്ലോ ഇപ്പം ഇതൊക്കെ വരുന്നത്. തീർച്ചയായും അങ്ങയുടെ ആ ഒരു വികാരം പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാനും അങ്ങയോട് ഈ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിൽ ഒരു കേസ് ഉണ്ടാക്കുന്നു, ആ കേസ് കള്ളക്കേസാണ് എന്ന് തെളിയുന്നു, അത് നഷ്ടപരിഹാരം നൽകാനുള്ള സുപ്രീം കോടതി ഉത്തരവ് വരെ നിൽക്കുന്നു. അതിനുശേഷം അതിന്റെ ഗൂഢാലോചനയിലേക്ക് കടക്കുമ്പോഴാണല്ലോ ഇത് നമ്പി നാരായണൻ എന്ന് പറയുന്ന, ഞാൻ വീണ്ടും പറയുന്നു, രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവനകൾ നൽകേണ്ട വർഷങ്ങളാണ് അങ്ങേക്ക് നഷ്ടപ്പെട്ടത്. അത് രാജ്യത്തിന്റെ നഷ്ടമാണ്. അതിലേക്ക് നയിച്ച ഒരു ഗൂഢാലോചനക്കാരൻ, അയാളെ എന്ത് ശിക്ഷ കൊടുത്താലും മതിയാകില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ആർക്കെതിരെയും കെട്ടിച്ചമയ്ക്കാവുന്നതാണല്ലോ ഒരു സ്ത്രീയെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഇത്തരം കേസുകൾ. അതിൽ ആരാണ് ആ സ്ത്രീയെ ആ രീതിയിൽ സമീപിച്ചത് എന്നതുവരെ ഈ കുറ്റപത്രത്തിന്റെ ഭാഗമാവുകയാണ്. ഷുവർ, അത് ആക്ച്വലി പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ആൾറെഡി ഇൻ ദി CBI ക്ലോഷർ റിപ്പോർട്ടിലേക്ക് ഉണ്ട്. എക്സാക്ട് ലാംഗ്വേജസ് എനിക്കിപ്പോൾ ഓർമ്മയില്ല. പക്ഷേ ഇത് ഒരു എന്ത് പറയാനാ, നമ്മൾ ഇപ്പോൾ ഒരു ക്രിമിനൽ ഒരു കേസ് കെട്ടിച്ചമയ്ക്കുകയാണെന്ന് വെച്ചാൽ അത് ഒരു കാര്യം. ഇത് ക്രൈംസ് നടക്കാതിരിക്കാൻ വേണ്ടി തടയേണ്ട ഒരു പോലീസ് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക എങ്ങനെയായിരിക്കും അതിനകത്ത്. അതിലാണ് എല്ലാവരും വീഴ്ന്നു പോയത്. അത് മാത്രമല്ല, ഞാനിത് കൂടെ പറയുന്നത്, മാധ്യമങ്ങൾ എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് വന്നു എന്ന് ഞാൻ പറയില്ല. മാധ്യമങ്ങൾ മിസ്ലെഡ്. അവര് 1-2 ആളുകളെ വിശ്വസിച്ച് പോയി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവർ മാക്സിമം വിശ്വസിച്ചത് 1-2 പേര്. അതുകൊണ്ട് അവർക്ക് അബദ്ധം പറ്റിയതാണ്. പിന്നീട് അവർ റിഗ്രറ്റഡ് ഫോർ ഇറ്റ്. അത് എൻ്റെ തന്നെ വന്ന് പറഞ്ഞിട്ടുള്ളവരുണ്ട്. ഇപ്പൊ അതല്ല, ഇപ്പൊ ഈ കേസ് വന്നിരിക്കുന്നത്, ഇവര് നിങ്ങൾ പറഞ്ഞതുപോലെ പല കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ പറയാറുണ്ട്. ഇനി എന്താണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് പുറത്തിരുന്ന് കാണാം. അത് കണ്ടമാനം ഡിസ്കസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അത് എനിക്ക് തോന്നുന്നത്, സുജയ, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് സംതിങ് വിച്ച് ഹാസ് ക്രിയേറ്റഡ് സോ മച്ച് വൂണ്ടിങ് ഇൻ മൈ മൈൻഡ്. അത് സത്യത്തിൽ എനിക്കത് ഓർക്കാനോ അത് ആലോചിക്കാനോ, ഞാനിപ്പോൾ ഒരു ന്യൂസ് ആയിട്ടാണ് ഞാൻ ആക്ച്വലി ടു ബി വെരി ഫ്രാങ്ക് ഉറങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാൾ വരികയും പിന്നെ സാർ കണക്ട് ചെയ്തിട്ട് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് ഒരു കേസിലിരുന്ന് മാറി ഈ കേസിനെ കുറിച്ച് നിങ്ങൾ പറയുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ ഓർക്കാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി ഓർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് എന്താണ് ഒരു പ്രസന്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ഓർക്കാം, നമുക്ക് അതിനകത്ത് കംപ്ലീറ്റ് ഒരു എൻജോയ് ചെയ്യാം. ഇത് സംതിങ് വിച്ച് ഐ വാണ്ട് ടു ഫർഗെറ്റ് ഇറ്റ്. അറിയാം സാർ, അങ്ങ് ഓർക്കാൻ ആഗ്രഹിക്കാത്ത അധ്യായമാണ് എന്ന് എനിക്കറിയാം, വ്യക്തിപരമായി അറിയാം. പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന് അങ്ങ് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. കാരണം അങ്ങേപ്പോലെ ഒരു ശാസ്ത്രജ്ഞൻ അങ്ങയുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ അടക്കം അങ്ങേക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കേസിന്റെ നടത്തിപ്പ് കാലയളവിൽ. അതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അതേക്കുറിച്ച് അധികം നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഈ കേസിന്റെ നടത്തിപ്പിനിടയിൽ ഉണ്ടാകുന്ന മാനസികമായ ആഘാതം അങ്ങേക്ക് മാത്രമായിരുന്നല്ലോ, അങ്ങയുടെ കുടുംബത്തിനും അത് വലിയ രീതിയിൽ ബാധിച്ചില്ലേ?
Sure, yes, I went through this mill. അതിപ്പോ ഞാൻ ആലോചിക്കുമ്പോഴൊക്കെ ഐ ബിക്കം എന്ത് പറയാണ്, ഇതിനെ ഞാൻ പറഞ്ഞ കാര്യം തന്നെ, ഇറ്റ് ഇസ് നോട്ട് എ വെരി പ്ലസന്റ് തിങ് ടു റിമെമ്പർ. ഇതൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമേ അല്ല. ഇപ്പൊ ഇത് 30 വർഷം കഴിഞ്ഞു. ഓക്കെ, ഞാനിത് സത്യത്തിൽ ഈ കേസ് ഇപ്പൊ വരുമെന്നോ ഇപ്പൊ അവർ ഫയൽ ചെയ്യുമെന്നോ എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. പക്ഷെ വെൻ ദ ന്യൂസ് കെയിം, അത് കോടതിയിലിരുന്ന് എന്താണ് അതിന്റെ കണ്ടന്റിന് ആരും അറിഞ്ഞിട്ടില്ല. റിപ്പോർട്ടർ ചാനൽ അപ്രോച്ച് മീ അബൌട്ട് എ വീക്ക് ബാക്ക്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിന്റെ കണ്ടന്റ് എന്താണുള്ളത്, നൗ ഐ തിങ്ക് ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട്. ഞാൻ വായിച്ചു നോക്കിയില്ല. കണ്ടന്റ് കൊണ്ട് നാളെ ചിലപ്പം പത്രത്തിൽ ഫുൾ ടെക്സ്റ്റ് കാണുമായിരിക്കും. ഞാൻ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്തൊക്കെയാണ് ഇതുള്ളത്. ശ്രീ തമ്പിനാരായണൻ, അങ്ങയുടെ ജീവിതം സിനിമയായപ്പോഴും ഒക്കെ അതിലൂടെ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതാണ്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അത് മറ്റൊരു ശാസ്ത്രജ്ഞന് സംഭവിച്ചതായി നമ്മുടെ മുന്നിൽ മറ്റൊരു ഉദാഹരണം പോലും എടുക്കാനില്ല. നമ്മുടെ രാജ്യത്ത് തന്നെ ഇത്രയധികം വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കരിയർ, വ്യക്തിജീവിതം എല്ലാം നശിപ്പിച്ചത് ഈ ഒരു ഉദ്യോഗസ്ഥൻ്റെ കുബുദ്ധിയിൽ നിന്ന് തുടങ്ങിയ ഈ ഒറ്റ കേസിലാണ്. അത് ഇനിയുള്ള തലമുറയും മനസ്സിലാക്കിയിരിക്കേണ്ട, ഇപ്പോഴത്തെ തലമുറയും മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ പാഠങ്ങൾ അങ്ങയുടെ അനുഭവത്തിലൂടെ, അങ്ങ് നേരിട്ട ആ കനൽ വഴികളിലൂടെയൊക്കെ നമ്മളൊന്ന് സഞ്ചരിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ആ ബുദ്ധിമുട്ടും വേദനയും ഒക്കെ അതേപോലെ അനുഭവിക്കാൻ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് അക്കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അത് അങ്ങേക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. Yeah, sure. I understand you. I know that you are one among the few who were following the case from the beginning. അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതിനകത്ത് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള കംപ്ലൈന്റ് ഒന്നുമില്ല. ഇപ്പൊ എന്റെ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ നൗ ഐ ഹാവ് ടു പ്രിപ്പയർ മൈസെൽഫ്. എന്താണ് കാര്യങ്ങൾ മുന്നേ അറിയാൻ വേണ്ടി അല്ല, ഓർക്കാൻ. സത്യത്തിൽ ഇത് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ. ഐ ഡോണ്ട് വാണ്ട് ടു റിമെമ്പർ ദിസ്. അത് പക്ഷേ യു ആർ നൗ ഫോഴ്സ് ടു റിമെമ്പർ ഇറ്റ്. അതാണ് സിറ്റുവേഷൻ. എനിവേ, നിങ്ങൾ ചോദിച്ചതിൽ എനിക്ക് ഒരു വിഷമവുമില്ല. ദാറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ ഡ്യൂട്ടി. യു ആർ ഡൂയിങ് സംതിങ് ഗുഡ് ഫോർ ദി. പക്ഷേ ആസ് യു സെഡ്, ഇത് എനിക്കുണ്ടായ നഷ്ടം ഒരു സൈഡ് ആണെങ്കിലും സത്യത്തിൽ എൻ്റെ മനസ്സിൽ അത് എങ്ങനെ എടുക്കുമെന്നുള്ളത് നിങ്ങൾക്കറിയില്ല. ദ കൺട്രി ഷുഡ് ലൂസ്. ഒരു നല്ല ഒരു ക്രയോജനിക് സിസ്റ്റം വരാനുള്ള സാധ്യത നമ്മൾ നാശമായി പോയി എന്നുള്ള ഒരു സങ്കടം എനിക്ക് ഇല്ലാതില്ല. അത് ഇന്നും അതിന്റെ ശ്രീ തമ്പിനാരായണൻ, എനിക്ക് ചോദിക്കാനുള്ള കാര്യം, അന്ന് അതായത് ആ സിനിമ കണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ വന്നത് ഇതേ ചോദ്യമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിച്ചിരുന്നത്? പിന്നീട് എപ്പോഴെങ്കിലും അതേക്കുറിച്ച് അങ്ങ് ആലോചിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊരു സംഭവം ഉണ്ടായില്ലായിരുന്നെങ്കിൽ അന്നത്തെ ആ പരീക്ഷണം, അതിനുശേഷമുള്ള കാര്യങ്ങൾ, അതുമായിട്ടൊക്കെ എങ്ങനെയായിരിക്കും അങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ടാവുക? അത് നമ്മുടെ രാജ്യത്തിന് എങ്ങനെയൊക്കെ പ്രയോജനപ്പെട്ടേനെ? അങ്ങ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നില്ലെങ്കിൽ 2001 we would have got the cryogenic system. 2000 അല്ലെങ്കിൽ 2001. അതിന്റെ അർത്ഥം നമ്മുടെ ചന്ദ്രായൻ പേലോഡൊക്കെ 10 kg 15 kg ആയിരിക്കില്ല. ചന്ദ്രായന്റെ പേലോഡൊക്കെ വലിയ പേലോഡായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സോക്കാൾ കൊലാബറേഷൻസ് വിൽ ബി ഇൻ എ ഡിഫറെന്റ് സ്കെയിൽ. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സമയം ഭയങ്കര നഷ്ടപ്പെട്ടു. കമേഴ്ഷ്യലായിട്ടും എല്ലാവരും നഷ്ടപ്പെട്ടു. ഇപ്പൊ അതിന്റെ നഷ്ടക്കണക്ക് ബാലൻസ് ഷീറ്റ് ഇട്ട് നോക്കിയാൽ യു വിൽ ബി ഷോക്ക്ഡ്. പക്ഷെ അതിപ്പോ പറഞ്ഞാല് അത് ശരിയാവൂല, പറയുന്നത് ശരിയല്ല. പക്ഷെ വി ലാസ്റ്റ് എ വെരി ഗോൾഡൻ മൂമെന്റ് ഇൻ അവർ ലൈഫ്. അത് ഈ കേസ് മാത്രം, വേറെ ഒരു കാരണം കൊണ്ടുമല്ല. ഈ കേസിന്റെ കാരണം കൊണ്ടും അതിന് നമുക്ക് ഈ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തിട്ടും നമുക്ക് വിജയിക്കുകയായിരുന്നു. പക്ഷെ അത് ഈ കേസ് വന്നപ്പോഴാണ് എനിക്ക് അതിനകത്ത് ഇടപെടാതിരിക്കാനും എന്നെ മാറ്റി നിർത്തിയത്, കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തിയില്ലേ. അത് ഒരു വലിയ ഒരു തിരിച്ചടിയായിരുന്നു. അതിനുശേഷം ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കണ്ടീഷനായിരുന്നു. പക്ഷെ ആ സമയം എനിക്കുള്ള പ്രയോറിറ്റി ഞാൻ കുറ്റക്കാരനല്ല എന്ന് ആദ്യം തെളിയിക്കണം. അത് തെളിയിച്ചു കഴിഞ്ഞിട്ട് അവിടെ വിടാമായിരുന്നു. പിന്നെ ഞാൻ കുറ്റം ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, അത് ആരാണ് ഇത് കുറ്റം ചെയ്തു എന്നുള്ളത് തെളിയിക്കണമായിരുന്നു. അതിനുവേണ്ടി കണ്ടുപോകാൻ സമയമെടുത്തു. നമ്മുടെ സിസ്റ്റം ഈസ് സോ കോംപ്ലിക്കേറ്റഡ്. ഇതൊരു ചെസ് ബോർഡ് പോലെയാണ്. ഇതിനകത്ത് ആരൊക്കെ എങ്ങനെ എവിടെ നമ്മൾ യു പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇതിനകത്ത് നമ്മൾ കുറ്റക്കാരായിട്ട് കാണുന്നവർ സാധാരണ ആൾക്കാരൊന്നുമല്ല, വലിയ ആൾക്കാരാണ്. അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് നമ്മളൊരു കേസ് ഫയൽ ചെയ്യുകയെന്ന് വെച്ചാൽ അതൊരു വലിയ പാടാണ്. അതിന്റെ ഗ്രാവിറ്റി ലീഗൽ പ്രൊഫഷനിൽ ഇരിക്കുന്നവർക്ക് നല്ലവണ്ണം മനസ്സിലാവും. മാധ്യമത്തിലിരിക്കുന്ന നിങ്ങൾ പോലുള്ളവർക്ക് മനസ്സിലാവും. ഒരു സാധാരണ മനുഷ്യനത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.
ശ്രീ നമ്പിനാരായണൻ, നമുക്ക് ഏറ്റവും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് യഥാർത്ഥ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയുക എന്ന് പലപ്പോഴും എനിക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, അങ്ങേക്കും അത് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. അങ്ങയുടെ അന്നത്തെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന താങ്ങായ ആരെയെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോഴെല്ലാം വെളിപ്പെടുകയാണ്, എല്ലാം പകൽ പോലെ തെളിയുകയാണ്, അന്നൊപ്പം നിന്ന് ആരെയെങ്കിലും അങ്ങിപ്പോൾ പ്രത്യേകിച്ച് ഓർക്കുന്നുണ്ടോ? അല്ല, അത് കഴിഞ്ഞിട്ട് വന്ന് ഇതിന്റെ കേസ് ക്ലിയർ ആയതിനു ശേഷം ഒരുമാതിരി ഇരുന്നവർക്കെല്ലാം വന്നു സംസാരിക്കാൻ തുടങ്ങി. എല്ലാവർക്കും പേടിയായിരുന്നു. ദിസ് വാസ് എ ടെററിസ്റ്റ് അറ്റാക്ക് പോലെയാണ്. സോ ഇപ്പം പ്രത്യേകിച്ച് ഒരാളിനെ കുറിച്ച് എനിക്ക് ഇതിനകത്തുള്ള ഒരു സന്തോഷം എന്ന് പറയാൻ എനിക്ക് ഒരു റിസർവേഷൻ്റെ കൂടെ പറയുകയാണ്. സാധാരണഗതിയിൽ ഇതുപോലത്തെ ഒരു കേസിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തികഞ്ഞു വരാനായിട്ട് വരുന്ന സമയം ഈ സോക്കാൾഡ് ഹീറോ വിൽ ബി ഡെഡ് ആൻഡ് ഗോൺ. ഇത് ലക്കിലി ഞാൻ ജീവിച്ചിരിപ്പുണ്ട് ഇത് കാണാനായിട്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് സന്തോഷം വരാൻ ഒരു കാരണം. ഓക്കെ, ദിസ് ഈസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. നമുക്ക് വേറൊരു സമയം ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം, അതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ നമ്പിനാരായണൻ, അങ്ങയുമായി സംസാരിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും എടുത്തെടുത്ത് ചോദിച്ചത് അങ്ങ് പറയുന്നത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. അങ്ങിപ്പോൾ പറഞ്ഞില്ലേ, ഞാൻ ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുമ്പോൾ തന്നെ ഇതെല്ലാം വെളിപ്പെടുന്നു എന്നുള്ളത്. പലപ്പോഴും ഇങ്ങനെയുള്ള നീതി നടപ്പാക്കപ്പെടുമ്പോഴേക്കും ആ നീതി കിട്ടേണ്ടയാൾക്ക് അത് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറില്ല. കാരണം ഒരുപാട് വൈകിയായിരിക്കും ആ വ്യക്തിക്ക് നീതി കിട്ടുന്നത്. തനിക്ക് നീതി കിട്ടിയെന്ന് അയാൾക്ക് കാണാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ കാണാൻ കഴിയാതെ അയാൾ ആ വേദനയിൽ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ അങ്ങ് വളരെ ധൈര്യത്തോടെ ഈ കേസ് ഫൈറ്റ് ചെയ്തു. മാത്രമല്ല, ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും അങ്ങയുടെ ഭാഗത്താണ് ന്യായമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഈ ഗൂഢാലോചന, ഇതാരാണിത് ചെയ്തതെന്ന് അറിയണമെന്ന അങ്ങയുടെ താല്പര്യം അതിപ്പോൾ ഒരു കേസായി മാറുകയും CBIയുടെ കുറ്റപത്രത്തിൽ ആരാണ് എവിടെ നിന്നാണ് ഇത് തുടങ്ങിയത് എന്നുള്ളത് പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് നിവർത്തി വയ്ക്കുകയാണ്. ഈ ചെയ്തവർക്കൊക്കെ ഈ ഒരു മാനസിക വിഷമം, അങ്ങ് അനുഭവിച്ചതിനും അപ്പുറം ഒരു മാനസിക വിഷമം അവർക്കുണ്ടാകുന്ന തരത്തിലേക്ക് ഈ കേസ് എത്തുന്ന ഒരു ഘട്ടമായതുകൊണ്ടാണ് ഞാൻ അക്കാര്യം ചോദിച്ചത്. അന്ന്, അതായത് അങ്ങ് ഏറ്റവും പതറി പിടഞ്ഞു പോയ ആ നേരത്ത് കൈപിടിച്ചുകൊണ്ട് സാരമില്ല നമ്പി എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ടാകുമല്ലോ. ഉണ്ട്, ഒരാളല്ല. ഞാൻ ഒരാളിന്റെ പേര് പറയുമ്പം മറ്റവർക്ക് അത് ഒരു വിഷമം ഉണ്ടാവും. സോ അതുകൊണ്ട് പലരും ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഞാൻ കാണുന്നത്, ഫോർ എക്സാമ്പിൾ, മെനി പീപ്പിൾ, ഈവൻ കലാം, he was not helpful in the sense he couldn't help it at all. പക്ഷേ ഈ കേസിന്റെ റിസൾട്ട് വന്ന ഉടൻ തന്നെ എന്നെ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്ത് രണ്ടുപേരുണ്ട്, TN ശേഷൻ ആൻഡ് മിസ്റ്റർ അബ്ദുൽ കലാം. പക്ഷെ ഇവർക്ക് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് സുജയ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അവർ സിസ്റ്റം ഈസ് സച്ച്. ഈവൻ ഇൻ ISRO, we were not like the ordinary citizens of this country. We were a different cut. We are not used to such a thing. ഞങ്ങളുടെ ഓഫീസിലെ ഇതുപോലത്തെ അതൊക്കെ ഒരു ഷോക്കായിരുന്നു. ആരായാലും ആ ഷോക്കിലിരുന്ന് വീണ്ടും വരാൻ തന്നെ എന്ത് പാടുപെട്ടെന്ന് അറിയാമോ ഓരോരുത്തരും. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും എനിക്ക് വേറൊരു സന്തോഷമുള്ളത്, എവിടെയൊക്കെ പോലീസ് അട്രോസിറ്റീസിന് അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അവരുടെ കേസൊക്കെ ഏത് കോടതിയിലായാലും, അത് പാട്ന കോടതിയിലായാലും ലക്നൌയിലായാലും ട്രിവാൻഡ്രത്തിലായാലും, അവിടെ കോട്ട് ചെയ്യപ്പെടുന്നത് ഈ ജഡ്ജ്മെന്റാണ്, നമ്പിനാരായണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഇതാണ് ഇത് ഒരു വലിയ ഒരു അച്ചീവ്മെന്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ദിസ് ഈസ് ദ ജഡ്ജ്മെന്റ് ഈസ് സോ ഗ്രേറ്റ് എ ജഡ്ജ്മെന്റ്. പീപ്പിൾ വിൽ ലവ്, ഓൾ ദ ലോയേഴ്സ് ആർ വെരി ഹാപ്പി അബൌട്ട് റീഡിംഗ് ദിസ് ജഡ്ജ്മെന്റ്. ശ്രീ നമ്പിനാരായണൻ, ഒരു കാര്യം കൂടി, അതായത് ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഇതിനൊപ്പം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണല്ലോ. അതായത് ഇന്ത്യയുടെ ബഹിരാകാശ രഹസ്യങ്ങൾ അങ്ങ് ചോർത്തിക്കൊടുക്കുന്നത്, അതിനെക്കുറിച്ച് അന്ന് വന്നത് മറ്റൊരു ഗൂഢാലോചന സിദ്ധാന്തം ഇതിന് പിന്നിലുണ്ട്. അതായത് റഷ്യൻ സാങ്കേതികവിദ്യ ഇന്ത്യക്ക് ലഭിക്കാതിരിക്കാൻ അമേരിക്കയുടെ ഒരു ഗൂഢാലോചന. അങ്ങനെയുള്ള ആ ഗൂഢാലോചന സിദ്ധാന്തത്തെ പറ്റി അങ്ങേക്ക് എന്താണ് തോന്നിയത്? അങ്ങനെ ഒരു നീക്കം വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഉൾപ്പെടുന്ന തരത്തിൽ തന്നെ അന്ന് നടന്നിട്ടുണ്ടാകുമോ? ഇല്ല, ഇപ്പം ഈ കേസ് കോടതിയിൽ വന്ന സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു അവോയ്ഡ് ഡിസ്കഷൻസ്. അത് വരട്ടെ, അത് കോടതിയിൽ വരട്ടെ, അതിന്റെ ട്രയൽ നടക്കട്ടെ. അപ്പോൾ അല്ലെങ്കിൽ ഇത് സബ്ജുഡീസ് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നമായിട്ട് വരാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങേക്കത് അറിയാമെന്ന് എനിക്കും അറിയാം. അങ്ങിപ്പോൾ അത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ കേസിന്റെ ഒരു വാദം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അങ്ങ് അത് പറയുമെന്ന് കരുതിക്കോട്ടെ. ഷുവർ 100%. അത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ അതൊരു രഹസ്യമായി ഇരിക്കുകയാണ്. എന്തായിരുന്നു ആ ഗൂഢാലോചന എന്നും ആരാണ് ഇതിന് പിന്നിലെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന രഹസ്യം മാത്രമാണ് അത് എല്ലാവർക്കും.
താങ്ക് യു സോ മച്ച്. ഓക്കെ, വളരെ നന്ദി. ഈ വിഷയങ്ങൾ, അതായത് ഈ കേസ് പുരോഗമിക്കുന്ന വേളയിൽ വീണ്ടും നമുക്ക് ഇതേക്കുറിച്ച് സംസാരിക്കാം സാർ. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. നമ്പി നാരായണൻ ഈ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞ ഉടൻ പ്രതികരിച്ചതാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടിരുന്നത്. പലതും ഇനിയും പറയാനുണ്ട്, പലതും അദ്ദേഹത്തിന് കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളുമാണ്. അത് കേസ് അന്വേഷണം പുരോഗമിക്കുന്ന വേളയിൽ CBI സംഘത്തിന് മുന്നിൽ വെളിപ്പെടുത്തുകയും അന്വേഷണം പൂർത്തിയായി കഴിയുമ്പോൾ അക്കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ പൂർണ്ണമായും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. റോഷിപാൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. റോഷിപാൽ, നമ്പി നാരായണൻ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. ഇക്കഴിഞ്ഞ 30 വർഷ കാലയളവിനിടയിൽ പലതവണ അദ്ദേഹം പല കാര്യങ്ങളും പറയുകയും അതെല്ലാം ഈ അന്വേഷണത്തിനിടയിൽ സത്യമായി വരികയും ചെയ്തതാണ്. ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലിനി CBI ഈ ഗൂഢാലോചന കേസ് അന്വേഷിച്ച് സമർപ്പിച്ചിരിക്കുന്ന കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കുറ്റങ്ങൾ അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ നീളും എന്ന് നമുക്ക് കരുതാൻ കഴിയുമോ റോഷിപാൽ? സുജയ, ജെയിൻ കമ്മീഷന്റെ പരിശോധനയ്ക്ക് പിന്നാലെ CBI ഈ കേസ് ഏറ്റെടുക്കുമ്പോൾ CBI ദില്ലി യൂണിറ്റാണ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കേസ് ഏറ്റെടുക്കുന്നത്. കാരണം ഇതിൽ 2 മുൻ DGPമാർ കൂടി പ്രതിപ്പട്ടികയിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് CBI അത്രയേറെ ഗൗരവത്തോടെ കേസ് അന്വേഷണം ഏറ്റെടുത്തത്. അന്ന് FIR തയ്യാറാക്കുമ്പോൾ അതിൽ കൃത്യമായി രാജ്യത്തിൻ്റെ ക്രയോജനിക് സാങ്കേതികവിദ്യ തകർക്കാനുള്ള ശ്രമം ഇതിൽ നടന്നിട്ടുണ്ട്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്ന് നടന്നിട്ടുണ്ട്. രാജ്യാന്തര ശക്തികളുടെ ഇടപെടൽ ഇതിലുണ്ടായിട്ടുണ്ടോ എന്ന സൂചന ഉൾപ്പെടെ ഉണ്ടായിരുന്നു FIR-ൽ. അതുകൊണ്ട് തന്നെ ഇതിനപ്പുറത്തേക്ക് കുറ്റപത്രത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്ന വിവരങ്ങൾക്ക് അപ്പുറത്തേക്ക് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ വരുമെന്ന പ്രതീക്ഷയാണുള്ളത്. കാരണം ഭാഗികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ S. വിജയൻ എന്ന തിരുവനന്തപുരത്തെ അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടർ സ്മാർട്ട് വിജയൻ, അദ്ദേഹത്തിൻ്റെ തലയിൽ മാത്രം ഉദിച്ച ഒരു ബുദ്ധിയല്ല ഈ കേസെന്ന് ഉറപ്പാണ്. കാരണം ഇതിൽ പിന്നീട് ജോഷുവ SP പങ്കാളിയാകുന്നു, ഒപ്പം IB ഉദ്യോഗസ്ഥനായ RB ശ്രീകുമാർ പങ്കാളിയാകുന്നു. ഇതിനപ്പുറത്തേക്ക് സിബി മാത്യു, DGP ആയിരുന്ന സിബി മാത്യൂസ് പങ്കാളിയാകുന്നു. ഇങ്ങനെ തുടങ്ങിയ ഏറ്റവും ഉന്നതരായ IPS ഉദ്യോഗസ്ഥന്മാരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരും പങ്കാളിയായിക്കൊണ്ട് 3 ISROയിലെ ശാസ്ത്രജ്ഞന്മാരെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. അവർക്കെതിരെ കള്ളക്കേസ് കെട്ടിച്ചമയ്ക്കുന്നു, വ്യാജരേഖകൾ തയ്യാറാക്കുന്നു, ഇല്ലാത്ത കഥകൾ, നുണക്കഥകൾ ഉണ്ടാക്കി അത് മാധ്യമങ്ങളിലൂടെ വാർത്തയാക്കി വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ തരത്തിലൊരു ഗൂഢാലോചന സ്മാർട്ട് വിജയൻ്റെ ബുദ്ധിയിൽ ഉദിച്ചതാണെന്ന് ഒരിക്കലും പറയാൻ വയ്യ. അത് മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്നു. മാത്രവുമല്ല, അന്ന് വിവരങ്ങൾ മുഴുവൻ ചോർത്തി നൽകുക, അല്ലെങ്കിൽ ഈ കള്ളക്കഥകൾ, ഈ കർട്ടന് പിന്നിലുണ്ടായ ആ ഗൂഢാലോചനയുടെ ഭാഗമായി ഉണ്ടായ കള്ളക്കഥകൾ അത് മാധ്യമങ്ങളിലേക്ക് എത്തിക്കുക എന്ന വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് ഈ സ്മാർട്ട് വിജയനായിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു അത് മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഈ തരത്തിലുള്ള നുണക്കഥകൾ പ്രചരിപ്പിച്ചതും. ഏതായാലും ഇതിലിനി പുറത്തു വരേണ്ടത് ഇതാണ്: രാജ്യത്തിന് ഇതുവഴി ഉണ്ടായ നഷ്ടം എന്താണ്, ISROയ്ക്ക് ഇതുവഴി ഉണ്ടായ നഷ്ടം എന്താണ്, അത് CBI അന്വേഷിച്ചിട്ടുണ്ടോ, ആ അന്വേഷണ വിവരങ്ങൾ ഈ കുറ്റപത്രത്തിലുണ്ടോ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് CBI പരിശോധിച്ചില്ല, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ CBIക്ക് ലഭിച്ചില്ലേ, എന്തുകൊണ്ടാണ് FIR-ൽ ഉൾപ്പെടുത്തിയ ഈ ISROയുടെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ക്രയോജനിക് സാങ്കേതികവിദ്യ തകർക്കുന്ന മുന്നോട്ടേക്കുള്ള പോക്ക് തടയുന്ന രീതിയിലുള്ള ഗൂഢാലോചന ഈ ISRO ചാരക്കേസ് ഗൂഢാലോചനയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് FIR-ൽ പരാമർശിക്കുകയും പിന്നീട് അന്വേഷിക്കാതിരുന്നതിൻ്റെ കാരണം CBI തന്നെ വിശദീകരിക്കേണ്ടി വരും. ഏതായാലും കുറ്റപത്രത്തിൻ്റെ പൂർണ്ണ വിവരങ്ങൾ വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. സുജയ, കുറ്റപത്രത്തിൽ നിന്ന് നമുക്ക് ഇനിയും ബോധ്യപ്പെടേണ്ടത് ഇപ്പോൾ റോഷിപാൽ പറഞ്ഞ് അവസാനിപ്പിച്ച കാര്യങ്ങളാണ്. ഈ ഉദ്യോഗസ്ഥർക്കപ്പുറം ക്രയോജനിക് സാങ്കേതിക വിദ്യ ഇന്ത്യ അതിൽ പുരോഗതി കൈവരിക്കരുത് എന്ന ആഗ്രഹത്തോടുകൂടി IB വഴി നടന്നിട്ടുള്ള ചില നീക്കങ്ങളെ പറ്റി, അല്ലെങ്കിൽ IBയിലെ ചില ഉദ്യോഗസ്ഥർ വഴി നടന്നിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചാണ് അക്കാലത്ത് മാധ്യമപ്രവർത്തകരിൽ ഈ കേസിൽ നമ്പി നാരായണനെതിരായി വന്ന വാർത്തകൾക്ക് മറ്റൊരു ഭാഷ്യത്തിലേക്ക് പോയത്. അല്ല എങ്കിൽ S. വിജയൻ കൊടുത്ത ഇൻപുട്സ് മാത്രമല്ലാതെ കൃത്യമായി അന്വേഷിച്ച് കാര്യങ്ങൾ കണ്ടെത്തി എഴുതിയ മാധ്യമപ്രവർത്തകരിൽ ഒരാളായ ജേക്കബ് ജോർജ് നേരത്തെ സൂചിപ്പിച്ചത് റോഷിപാലും കേട്ട് കാണുമല്ലോ. അപ്പോൾ പല ഇടപെടലുകൾ, പലതരത്തിൽ ഇതിലേക്ക് വരാനുള്ള ഉൾപ്പിരിവുകൾ ഇപ്പോഴും മാറി നിൽക്കുന്നുണ്ട് എന്ന് ന്യായമായി നമുക്ക് കരുതിക്കൂടെ? അതായത് സത്യം ചാരമാകാതെ മറനീക്കി പുറത്തു വരാൻ ഇനിയുമുണ്ട് എന്ന് കരുതേണ്ട ഒരു സാഹചര്യമില്ലേ റോഷിപാൽ?
സുജയ, ഒരു സംശയവുമില്ല ഇതിൽ ഏറ്റവും കൂടുതൽ പോലീസിൻ്റെ അല്ലെങ്കിൽ IB ഉദ്യോഗസ്ഥന്മാരുടെ മാനസികമായും ശാരീരികമായും പീഡനം അനുഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഈ പോരാട്ടം നയിച്ച, ഇത് യാഥാർത്ഥ്യം എന്താണെന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള പോരാട്ടം നയിച്ച ശാസ്ത്രജ്ഞനായിരുന്ന നമ്പി നാരായണനുണ്ട്. നമ്പി നാരായണൻ എല്ലാ കാര്യങ്ങളും അറിയാം. കാരണം ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക്, ഈ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ആരെയൊക്കെ ഈ ചാരക്കേസിൽ ഉൾപ്പെടുത്തണം, ഈ കള്ളക്കേസിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം, ആരെയൊക്കെ തകർക്കണമെന്ന്. അതിനുവേണ്ടി അവരുടെ പേര് പറയിക്കാൻ മറിയം റഷീദയെയും ഫൗസിയ ഹസനെയും നിരന്തരം ഇവർ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു എന്ന് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ CBI കണ്ടെത്തുകയും ഇവരുടെ മൊഴിയുണ്ട്, ഉദ്യോഗസ്ഥന്മാരുടെ മൊഴിയുണ്ട്. ഒപ്പം ഏതാണ്ട് നമ്പി നാരായണൻ എന്ന ആ ശാസ്ത്രജ്ഞനെ മൃതപ്രായനാകുന്നതുവരെ ക്രൂരമായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ചിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശത്തെ തുടർന്നാണ് പിന്നീട് മർദ്ദനം നിർത്തുന്നത്. ഈ ഘട്ടത്തിലൊക്കെ പാതി ഓർമ്മയിൽ നമ്പി നാരായണൻ അവിടെ ഈ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ സംസാരിച്ച പല രഹസ്യങ്ങളും കേട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഈ കേസിൻ്റെ പൂർണ്ണമായ വിധി വരുമ്പോൾ, ഈ ഗൂഢാലോചന കേസിൻ്റെ പൂർണ്ണമായ ട്രയൽ പൂർത്തിയായി അതിൻ്റെ വിധി വരുന്നതിന് തൊട്ടു പിന്നാലെ നമ്പി നാരായണൻ വെളിപ്പെടുത്തുമെന്നാണ് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നത്. അത് രഹസ്യമായി തന്നെ നിർത്താൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അദ്ദേഹം കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തും. അതിനപ്പുറത്തേക്ക് നടന്ന ഗൂഢാലോചനകളുണ്ട്, അതറിയുന്ന മാധ്യമപ്രവർത്തകരുണ്ട്, അതറിയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അല്ലെങ്കിൽ CBI ഇത് അന്വേഷിച്ചിട്ടുണ്ടോ, CBI കുറ്റപത്രത്തിൽ ഇതുണ്ടോ എന്നറിയണം. കാരണം CBI FIR-ൽ കൃത്യമായി ഈ ഗൂഢാലോചന, രാജ്യത്തിന് പുറത്ത് രാജ്യാന്തര ശക്തികളുടെ ഗൂഢാലോചന നടന്നു എന്ന സൂചനകളുണ്ടായിരുന്നു. അതാണല്ലോ ഈ ക്രയോജനിക് സാങ്കേതിക വിദ്യ. നമുക്ക് കുറ്റപത്രത്തിന്റെ പൂർണ്ണമായ വിവരങ്ങൾ വരുന്നത് വരെ കാത്തിരിക്കാം. 26-ാം തീയതിയാണ് ഈ ഉദ്യോഗസ്ഥർ കോടതിയിൽ നേരിട്ട് ഹാജരാകേണ്ടത്. അതുവരെ അതിനുള്ളിൽ ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് കൃത്യമായ ആ വിവരങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മാലദ്വീപിൽ നിന്നെത്തിയ മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നീ സ്ത്രീകൾ ISRO ശാസ്ത്രജ്ഞരെ ഹണി ട്രാപ്പിൽ കുരുക്കി റോക്കറ്റുകളുടെ ക്രയോജനിക് സാങ്കേതിക വിദ്യ ചോർത്തിയെടുത്തെന്നാണ് ISRO ചാരക്കേസിന്റെ വൺ ലൈൻ. 1994-ൽ കേരള രാഷ്ട്രീയത്തിലും പൊതുസമൂഹത്തിലും ഏറെ തീയും പുകയും സൃഷ്ടിച്ചതാണ് ISRO ചാരക്കേസ്. കേസിന്റെ നാൾ വഴി ഒന്നുകൂടി കാണാം. 1994 ഒക്ടോബർ 20-ന് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് വിസ കാലാവധി നീട്ടിക്കിട്ടാൻ ശ്രമിക്കുന്നതിനിടെയാണ് മാലദ്വീപുകാരിയായ മറിയം റഷീദ തിരുവനന്തപുരത്ത് അറസ്റ്റിലായത്. ഹോട്ടലിൽ കഴിയവേ റഷീദ ISROയിലെ ശാസ്ത്രജ്ഞനെ ഫോൺ ചെയ്തെന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ വിലയിരുത്തൽ. കേരളത്തെ പിടിച്ചുലച്ച ചാരക്കേസിന്റെ തുടക്കം അവിടെയായിരുന്നു. 1994 നവംബർ 30-ന് ISROയിലെ LPSC ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തു. രാജ്യത്തിന്റെ ശാസ്ത്ര രഹസ്യം ചോർത്താൻ ശ്രമിച്ചെന്നായിരുന്നു ആരോപണം. പിന്നാലെ ISRO ഡെപ്യൂട്ടി ഡയറക്ടർ B ശശികുമാരൻ, മാലദ്വീപ് സ്വദേശിനി ഫൗസിയ ഹസൻ എന്നിവരും അറസ്റ്റിലായി. ഇതിനിടെ കേസ് നടക്കുമ്പോൾ ദക്ഷിണ മേഖല IG രമൺ ശ്രീവാസ്തവയ്ക്ക് കേസിലെ പ്രതികളുമായി ബന്ധമുണ്ടെന്നും ആരോപണമുയർന്നു. രമൺ ശ്രീവാസ്തവയിലൂടെ ചാരക്കേസ് കേരള രാഷ്ട്രീയത്തിലേക്കും പടർന്നു കയറി. ആരോപണ വിധേയനായ IG രമൺ ശ്രീവാസ്തവയെ മുഖ്യമന്ത്രി K കരുണാകരൻ സംരക്ഷിക്കുന്നതായി രാഷ്ട്രീയ ആരോപണമുയർന്നു. ഇതുവഴി പരോക്ഷമായി ചാരക്കേസിൽ കരുണാകരനും തെറ്റുകാരനായി ചിത്രീകരിക്കപ്പെട്ടു. മാധ്യമ വിചാരണയിൽ കരുണാകരനെതിരായി. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി ഉയർന്നു. പൊതുവേദിയിൽ കൂക്കുവിളി കേട്ടു. കോൺഗ്രസിൽ നിന്ന് തന്നെയായിരുന്നു ഇതിന് ഇന്ധനം പകർന്നു കിട്ടിയത്. ഘടകകക്ഷികൾ കൂടി കൈവിട്ടതോടെ K കരുണാകരന് മുഖ്യമന്ത്രി പദവി ഒഴിയേണ്ടി വന്നു. AK ആന്റണി മുഖ്യമന്ത്രിയായി. സംസ്ഥാനത്ത് CB മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കേസ് അന്വേഷിക്കുമ്പോൾ സമാന്തരമായി കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ അന്വേഷണവും നടന്നു. 1994 ഡിസംബർ 2-നാണ് ചാരക്കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറിയത്. കേസിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി CBI അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്തു. 1995 മെയ് 5-നായിരുന്നു CBI കേസ് അവസാനിപ്പിച്ചത്. കേസ് കെട്ടിച്ചമച്ചതാണെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും CBI ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകി. ഇതനുസരിച്ച് 1999 നവംബർ 17-ന് കേന്ദ്ര സർക്കാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ് നൽകി. അന്വേഷണത്തിന് ശേഷം 2005 ജനുവരി 24-ന് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് നൽകി. എല്ലാവരും സർവീസ് നടപടികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഇതിനെതിരെ 2013-ലാണ് നമ്പി നാരായണൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പുതിയ പരാതി നൽകിയത്. തന്നെ കുറ്റമുക്തനാക്കിയെങ്കിലും കേസ് കെട്ടിച്ചമച്ച ഉദ്യോഗസ്ഥരെയെല്ലാം കേസിൽ നിന്ന് ഒഴിവാക്കിയെന്നും അവർക്കെതിരെ നടപടി വേണമെന്നുമായിരുന്നു ആവശ്യം. ഈ പരാതിയാണ് ചാരക്കേസിലെ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ISRO ചാരക്കേസിൽ മുൻ മുഖ്യമന്ത്രി K കരുണാകരനായിരുന്നുവെന്ന് തുറന്നു പറയുന്നു മകൾ പത്മജ വേണുഗോപാൽ. കേൾക്കാം.
അതായത് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു അച്ഛനെയാണ് അവര് ടാർഗറ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ പാവപ്പെട്ട കുറെ ആളുകൾ പെട്ടുപോയി എന്ന് മാത്രം. അച്ഛനാണ് അവരുടെ ഉന്നായിരുന്നത്. എന്നാലും നീതി കിട്ടിയല്ലോ വെച്ചിട്ടെങ്കിലും. ഞാനാണ് അച്ഛന്റെ സങ്കടങ്ങൾ കൂടുതൽ കണ്ട ഒരാള് കൂടെ നിന്നിട്ട്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇക്കാര്യത്തില്. പക്ഷെ എന്നെയാണ് ഉന്നം വെച്ചിട്ടുള്ളവരൊക്കെ. പിന്നെ കൂടെ നിൽക്കുന്നവര് പാവങ്ങൾ, അവര് കുറെ ആളുകൾ പെട്ടുപോയല്ലോ, അവര് നമ്പി നാരായണനെ പോലെ ആളുകള്. അപ്പൊ എന്നിട്ട് ഇരുന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു ബ്രാഹ്മണ ശാപാണ് എന്ന് പറഞ്ഞപ്പോ അതെന്നായാലും തിരിച്ചു കിട്ടാതിരിക്കില്ല എന്ന്. ISRO ചാരക്കേസ് കെട്ടിച്ചമച്ചതെന്നുള്ള CBIയുടെ കുറ്റപത്രം ISRO ചാരക്കേസ് ഗൂഢാലോചന കേസിൽ കോടതിയുടെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ഇനി ഇതിൽ കുറ്റക്കാരായവർക്കൊപ്പം ഏതൊക്കെ കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടായി, ഏതൊക്കെ തലങ്ങളിൽ ഗൂഢാലോചന നടന്നു എന്നതുകൂടി വെളിപ്പെടേണ്ടതുണ്ട്. സത്യം ചാരമാകില്ല. ജസ്റ്റിസ് ഫോർ നമ്പി നാരായണൻ. സ്പെഷ്യൽ ഷോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം ഡിബേറ്റ് വിത്ത് ഡോക്ടർ അരുൺകുമാർ. നമസ്കാരം.